ഓക്കെ, അപ്പോൾ കപ്പാസിറ്റേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെക്കൻഡേ. അതായത് കണ്ടക്ടേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, യു ഹാവ് എ കണ്ടക്ടർ വിത്ത് എ ചാർജ് പ്ലസ് ക്യൂ, ഓക്കെ, ദെൻ അനദർ കണ്ടക്ടർ വിത്ത് എ ചാർജ് പ്ലസ് ക്യൂ. അപ്പോൾ നമുക്കറിയാം മൈനസ് ക്യൂ. അപ്പം ഇതിനകത്ത് ചാർജസ് എന്ന് പറയുന്നത് ചാർജ് റിസൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദ സർഫസ്. ഓക്കെ, എനിവേ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്നിങ്ങനെ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇനി കണ്ടക്ടേഴ്സിൻ്റെ സർഫസിലായിരിക്കും ചാർജ് റിസൈഡ് ചെയ്യുന്നതെന്ന് അറിയാം. ഒപ്പം നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കണ്ടക്ടറിൻ്റെ സർഫസിലും ഇൻസൈഡിലുമുള്ള പൊട്ടൻഷ്യൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, സർഫസിലെ അതേ പൊട്ടൻഷ്യൽ എന്താണോ ഈ വി തന്നെ ആയിരിക്കും ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ, ഓർ ദർ ഈസ് നോ പൊട്ടൻഷ്യൽ, ഓർ സിംപ്ലി പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ. കണ്ടക്ടർ ഈസ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, സേ ദ ഫസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ഹാസ് എ പൊട്ടൻഷ്യൽ വി പ്ലസ്. ഓക്കെ, അങ്ങനെ വി പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വി പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസിലുണ്ട്, ഇതിൻ്റെ ഇൻസൈഡിലുണ്ട്. അതേപോലെ ഈ കേസിൽ അത് എവിടെ? ത്രൂ ഔട്ട് ദ കണ്ടക്ടർ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഷേപ്പ്. എന്ത് ഷേപ്പിലുള്ള കണ്ടക്ടർ ആയാലും അതിൻ്റെ എല്ലാ ഭാഗത്തെയും പൊട്ടൻഷ്യൽ ഇറ്റ്സ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ, എല്ലായിടത്തെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അങ്ങനെ മൈനസ് ചാർജ് ആയിട്ടുള്ള കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി മൈനസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നൗ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അതായത് now what is the potential difference between these two conductors? അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം V is equal to potential of the first one minus the potential of the second one, that is V plus minus V minus എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പം V plus indicates the potential at plus Q and V minus indicates the potential at minus Q. The difference is its difference. ഓക്കെ, V plus less V minus എന്ന് എഴുതിയാൽ മതി. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? പൊട്ടൻഷ്യലിന് മറ്റൊരു ഡെഫിനേഷൻ കൂടിയുണ്ട്, ഇൻ്റഗ്രൽ ഈ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന ഡെഫിനേഷൻ ഉണ്ട്. ആ ഇൻ്റഗ്രേഷൻ എവിടുന്ന് എങ്ങോട്ടായിരിക്കും? ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ആയിരുന്നുവെങ്കിൽ, അതായത് പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്നായിരുന്നു. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്ലസ്സിലെയും മൈനസിലെയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം? യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം ദ മൈനസ് ചാർജ് ടു ദ പ്ലസ് ചാർജ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ടു പ്ലസ് എന്ന് കാണിക്കുന്നത് അതിൻ്റെ ലൊക്കേഷനാണ്. ഓക്കെ, അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് മൈനസ് എന്ന് പറയുന്ന ചാർജ് അല്ല, എന്താണ് ഇവിടെ എ എന്നും ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ ചാർജ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് കാണിക്കാൻ. ഓക്കെ, പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷൻ കോർഡിനേറ്റ് ആണ് ആക്ച്വലി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഈ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചാർജിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്, പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നത് അടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇരിക്കുന്നത് R1-ലാണെന്നും ഇത് R2-ലാണെന്നും എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇൻ്റഗ്രൽ വിൽ ബി ഫ്രം R1 to R2. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒരു R1 R2 എടുക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് മൈനസ് ടു പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നൗ വി നോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു ദിസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ഇനി ഈ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയുടെ ഡെഫിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഫോർ എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ റോ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഡി ടോപ്പ്. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഡബിൾ ദ ചാർജ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജിനെ ഡബിൾ ചെയ്യുന്നു. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് 2Q ആക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോയ്ക്ക് എന്ത് സംഭവിക്കും? റോയും എന്താവും? 2 റോ ആയിട്ട് മാറും. അതായത് ഇഫ് യു ഡബിൾ ദ ചാർജ് ഡെൻസിറ്റി വിൽ ഓൾസോ ബി ഡബിൾഡ്. ഓക്കെ, അതായത് Q 2Q ആയാൽ റോവും 2Q ആവും. ഓക്കെ, ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ തോന്നാം. ഓക്കെ, ഗ്രിഫിത്ത് അങ്ങനെ പറയുന്നുണ്ട്, നമുക്കൊരു പക്ഷേ പെട്ടെന്ന് തോന്നില്ല. എനിവേ നമ്മൾ എന്തായാലും അതേപോലെ അങ്ങ് എടുക്കും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. സപ്പോസ് നിങ്ങൾക്കൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കൺഫ്യൂഷൻ ആക്ച്വലി ഗ്രിഫിത്ത് തോന്നിപ്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്. അതായത് ഇങ്ങനൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ടോട്ടലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലസ് Q ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു അഡീഷണൽ പ്ലസ് ക്യൂവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു അഡീഷണൽ പ്ലസ്, ഇപ്പോൾ ഇത് ടോട്ടൽ പ്ലസ് ക്യൂ ആണ്, ഒരു അഡീഷണൽ പ്ലസ് ക്യൂവും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴത്തെ പോലെ തന്നെ ആവണം എന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, അതായത് ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി റോയും അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തോ അതേപോലെ തന്നെ ആവണം. അതായത് മുമ്പുണ്ടായിരുന്ന റോ എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റൻ്റ് ആവണം നിർബന്ധമില്ല. അതിനൊരു ഇക്വേഷൻ ഫോമിലൊക്കെ വരാം എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ഏതോ ഒരെണ്ണം എന്തോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ റോ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ആസ് എ പൊസിഷൻ, ഒരു പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതാം. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ റോ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ എനിവേ, അപ്പോൾ റോ എത്രയാണോ നമ്മൾ ചാർജ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റോയും ഡബിൾ ചെയ്യും എന്നാണ് നമ്മളങ്ങ് പറഞ്ഞു വെച്ചത്. പക്ഷേ അത് അങ്ങനെ ആവണോ എന്ന് വീണ്ടും ആലോചിക്കാം. ആ ഒരു കൺഫ്യൂഷൻ ഗ്രിഫിത്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൂഫ് അവിടെ പറയുന്നില്ല. അത് വീണ്ടും അടുത്ത ചാപ്റ്ററിലാണ്, അത് നമുക്ക് പഠിക്കാനുള്ള ഭാഗമല്ല എന്നുള്ളതാണ് പ്രശ്നം. എനിവേ, ഗ്രിഫിത്ത് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളൊരു പ്ലസ് ക്യൂ ചാർജ് ഇതിനകത്തുണ്ട്, വീണ്ടും ഒരു പ്ലസ് ക്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഴയ പോലെ തന്നെ ആവണം എന്നില്ലല്ലോ. അതായത് എവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ അവിടെ എല്ലാം കൂടി വരുന്നു, ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. ഒരിടത്ത് വേണമെങ്കിൽ ഒരുപാട് ചാർജ് വരികയും മറ്റിടത്ത് ഉള്ളതിൻ്റെ പകുതി ആവുകയോ ഒക്കെ ചെയ്യാം. അതായത് നിങ്ങൾ ഒരു ചാർജും കൂടെ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി മാറിയേക്കാം, അങ്ങനെ മാറിക്കൂടാ എന്നില്ലല്ലോ എന്നാണ് ഗ്രിഫിത്ത് ചോദിക്കുന്നത്. പക്ഷേ ഗ്രിഫിത്ത് തന്നെ പറയുന്നുണ്ട്, തൽക്കാലം എൻ്റെ വാക്ക് വിശ്വസിക്കുക. ഓക്കെ, എന്ത് ക്യൂ ഡബിൾ ആയി കഴിഞ്ഞാൽ റോയും ഡബിൾ ആകും. ഇതിൻ്റെ പ്രൂഫ് അടുത്ത ചാപ്റ്ററിൽ, അതായത് ഗ്രിഫിത്തിൻ്റെ തേർഡ് ചാപ്റ്ററിലേ പറയുന്നുള്ളൂ, സ്പെഷ്യൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമുക്ക് പഠിക്കാനില്ല, പോട്ടെ. എനിവേ, ഇപ്പം ഈ പറഞ്ഞ പോലെ അതൊരു വേർഡായിട്ട് എടുക്കുക. ക്യൂ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റോയും എന്ത് ചെയ്യും, ഡബിൾ ചെയ്യും. അപ്പം ദാറ്റ് മീൻസ് ഞാൻ ക്യൂ ഡബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡബിൾ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റോ ഇൻക്രീസ് ചെയ്യും. റോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇയും ഇൻക്രീസ് ചെയ്യുമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു റോ അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോയ്ക്ക് ആയിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പം ഈ ക്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റോ ഇൻക്രീസ് ചെയ്യും. റോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസോ ഡിക്രീസോ എന്തോ ആയിക്കോട്ടെ, എനിവേ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു റോ. അങ്ങനെ ഇ പ്രൊപ്പോർഷണൽ ടു റോ ആണെങ്കിൽ, ഓക്കെ, ഈ റോയ്ക്ക് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ദാറ്റ് റോ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ക്യൂ ഇൻക്രീസോ ക്യൂവിലുണ്ടാവുന്ന ചേഞ്ച് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, റോയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി. ദാറ്റ് ഈസ് റോ ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ. ഓക്കെ, അപ്പം ഇത് ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഇതും ഡബിൾ ചെയ്യും. ഓക്കെ, എനിവേ, സോ റോ ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ ആൻഡ് ഇ ഡിപ്പെൻഡ്സ് ഓൺ റോ. ഓക്കെ, അപ്പം നമുക്ക് മൊത്തത്തിൽ എന്ത് എഴുതാം, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ. ഓക്കെ, സോ അത് നമുക്കവിടെ ഉണ്ട്. അപ്പം ഇനി എനിക്ക് എന്ത് പറയാം, ഇ എന്ന് പറയുന്നത് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ കേസിൽ ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എഴുതിയത്, വി പ്ലസ് മൈനസ് വി മൈനസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. അതിനകത്ത് എന്തുണ്ട്, ഒരു ഇ ഉണ്ട്. സോ ക്യൂ എന്ന് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിയും എന്ത് ചെയ്യും, ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് സിൻസ് ഇ ഡിപ്പെൻഡ്സ് on Q, V also depends on Q. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വളഞ്ഞ വഴിക്ക് വന്നത്. ഓക്കെ, വളഞ്ഞ വഴി എന്ന് പറയാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതിനകത്ത് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഗ്രിഫിത്ത് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ചോദ്യമുണ്ട്, അതിന് പ്രൂഫുമുണ്ട്. സോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, വി ക്യാൻ ഡിഫൈൻ എ new proportionality constant here, that is C, that is equal to Q by V. So this quantity, this particular quantity is called capacitance. Okay, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. Q എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്ത് വന്നത്. Q എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി ദ ചാർജ് ഓൺ ദ, ഓക്കെ, ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും. പക്ഷേ ഞാൻ എന്തിലെ ചാർജ് എടുത്തിട്ടുള്ളൂ, ഒരു പ്ലസ് ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ്. ഇവിടെ ഈ ഇക്വേഷനിൽ വന്നിരിക്കുന്ന സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വിയിലെ ക്യൂ എന്ന് പറയുന്നത് ഈസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതേപോലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വി പ്ലസ് മൈനസ് വി മൈനസ് ആണ്. അതിനെയും ഞാൻ എപ്പോഴും എങ്ങനെ എടുക്കത്തുള്ളൂ, ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എന്ന് എടുക്കത്തുള്ളൂ. അതുകൊണ്ടുള്ള പ്രത്യേകത, ആ വി എന്ന് പറയുന്നതും വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ ക്യൂവും വിയും ചൂസ് ചെയ്യുമ്പം അത് പോസിറ്റീവായിട്ടേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ക്യൂവും പോസിറ്റീവ് ചാർജാണ് എടുക്കുക. ദെൻ ഓക്കെ, അതായത് വി എന്ന് പറയുന്നത്
പൊട്ടൻഷ്യൽ ഓൺ ദ പ്ലസ് ചാർജ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓൺ ദ പ്ലസ് ചാർജ് മൈനസ് പൊട്ടൻഷ്യൽ ഓൺ ദ നെഗറ്റീവ് ചാർജ്. സോ ആ ക്വാണ്ടിറ്റിയാണ് വി എന്ന് വിളിച്ചത്. സോ ദാറ്റ് വി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അതേപോലെ ക്യൂ ഈസ് ദ ചാർജ് ഓൺ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ദ ചാർജ് ഓൺ ദ പോസിറ്റീവ് കണ്ടക്ടർ, പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ. സോ സി എന്ന് പറയുന്നത് ടോട്ടലി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ഈ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് പ്യുവർലി ഇറ്റ് ഈസ് എ ജോമെട്രിക് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതൊരു ജോമെട്രിക് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ പല കേസിലും ഇപ്പം നമ്മൾ പാരലൽ പ്ലേറ്റ് നമ്മൾ +2 തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, വേറെ സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, സ്പെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് ഈ കപ്പാസിറ്റൻസ് പറയുന്നത് ഇറ്റ് ഈസ് എ ജോമെട്രിക് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, മെയിൻലി അതിൻ്റെ ജോമെട്രിയാണ്. That means capacitance is defined by the size, the shape and the separation of the conductors. Okay, പിന്നെ ഇത് മാത്രമല്ല, നമുക്കറിയാം എന്താണ് ഇതിനിടയ്ക്കുള്ള മീഡിയത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നല്ല, പക്ഷേ മെയിൻലി നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഒരു യൂണിഫോം ആയിട്ടുള്ള അല്ലെ എല്ലായിടത്തും ഒരേ മീഡിയമാണ് എന്നെടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്, ഷേപ്പ് ആൻഡ് സെപ്പറേഷൻ. ഓക്കെ, സോ വി സേ ദാറ്റ് കപ്പാസിറ്റൻസ് ഈസ് പ്യുവർലി എ ജോമെട്രിക് ക്വാണ്ടിറ്റി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് എന്താണ്, നമുക്ക് കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള 2 കണ്ടക്ടേഴ്സ് ആയിരുന്നു നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ എവിടെ കപ്പാസിറ്റർ എടുത്താലും നമുക്ക് എന്തുണ്ടാവും, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ടാവും, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ടാവും. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എവിടെ കപ്പാസിറ്റർ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്ന ഒരു സാധനമുണ്ട്. അതെങ്ങനെയാണ് നമുക്കറിയാം. ഒരു ഫിക്സഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള 2 പ്ലെയിനുകളെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് സെപ്പറേഷൻ ഉണ്ട്. ഇതിൻ്റെ ഏരിയ എ ആണ്. ഇങ്ങനെ എടുത്ത ഇതിനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നിൽ +Q ചാർജ് ഉണ്ടാവും, ഒന്നിൽ -Q ചാർജ് ഉണ്ടാവും. ഈ അറേഞ്ച്മെൻറ്റ് ദിസ് വിൽ ബി കോൾഡ് എ കപ്പാസിറ്റർ. ഇതിൻ്റെ സിമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ദിസ് ഈസ് എ വേരിയബിൾ കപ്പാസിറ്റർ, ദിസ് ഈസ് എ യൂഷ്വൽ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കപ്പാസിറ്ററിനെ നമ്മൾ, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഫാരഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ +2 പഠിക്കുന്നതാണ്. എന്താണ് കൂളം പെർ വോൾട്ടാണ്. അതൊരു വലിയ യൂണിറ്റ് ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് മൈക്രോ ഫാരഡും പൈക്കോ ഫാരഡും ഒക്കെ ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് എലമെൻ്ററി ലെവൽ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇനി, അപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും, 2 പാരലൽ പ്ലേറ്റ്സ് എന്നൊക്കെ എടുത്തിട്ടായിരിക്കും. പക്ഷേ കപ്പാസിറ്റർ ഉണ്ടാവാൻ അല്ലെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, 2 എണ്ണം ഉള്ളപ്പോൾ മാത്രമല്ല വി ക്യാൻ ഡിഫൈൻ. ഓക്കെ, വി ക്യാൻ ഡിഫൈൻ ഒരു സെക്കൻഡ്. ഓക്കെ, വി ക്യാൻ ഡിഫൈൻ കപ്പാസിറ്റൻസ് ഫോർ എ സിംഗിൾ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വി ക്യാൻ ഡിഫൈൻ കപ്പാസിറ്റൻസ് ഫോർ എ സിംഗിൾ കണ്ടക്ടർ. ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വി ഹാവ് എ സിംഗിൾ കണ്ടക്ടർ +Q, ഇതിനും കപ്പാസിറ്റൻസ് ഉണ്ട്. എന്ത് ചെയ്താൽ മതി, വി ക്യാൻ കൺസിഡർ ദ അതർ കണ്ടക്ടർ ബീയിങ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം വേറൊരു കണ്ടക്ടർ ഉണ്ട് വിച്ച് ഈസ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സിംഗിൾ കണ്ടക്ടറിൻ്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു NCERT-യിൽ എവിടെയോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എർത്തിനെ നിങ്ങൾക്ക്, എർത്ത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ്. ആ എർത്തിനെ നിങ്ങൾക്ക് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാം, വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ കപ്പാസിറ്റർ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ബേസിക് നോഷൻ. ഇനി നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസിൽ അതിൻ്റെ വർക്ക് ഡണ്ണും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ കപ്പാസിറ്റർ വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അപ്പം എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, 2 കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, ദേ ആർ ന്യൂട്രൽ. അപ്പോൾ ഇതിനെ ഒരു കപ്പാസിറ്റർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ചാർജ് ദ one of it +Q ആൻഡ് അതർ വിത്ത് -Q. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം,
സെപ്പറേറ്റ്ലി ഇവിടെ ചാർജ് കൊണ്ടുവരുന്നതിലും നല്ലത് ഐ ക്യാൻ ട്രാൻസ്ഫർ സം ഇലക്ട്രോൺസ് ഫ്രം ദിസ് ടു ഐ ക്യാൻ ട്രാൻസ്ഫർ സം ഇലക്ട്രോൺസ് ഫ്രം ഇലക്ട്രോൺസിനെ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായിക്കോളും, -q ആയിക്കോളും, ഇത് +q ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാൻ, ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു സം വർക്ക്. ഓക്കെ, എപ്പോഴും നമുക്കറിയാം ഒരു ചാർജിനെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡു സം വർക്ക് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വർക്ക് എത്രയാണെന്ന്, അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇവിടെ നിന്നൊരു അറ്റ് സം പോയിൻറ്റ് നമുക്ക് എത്തിക്കേണ്ടത് +q-ലും -q-ലും ആണ്. അപ്പം അറ്റ് സം പോയിൻറ്റ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഇതിൻ്റെ ചാർജ് -q ആണെന്ന് വിചാരിക്കാം, ഇതിൻ്റെ ചാർജ് +q ആണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു dq എമൗണ്ട് ഓഫ് ചാർജിനെ ഒന്നുകിൽ ഒരു -dq എമൗണ്ട് ഓഫ് ചാർജിനെ ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യും. അപ്പം രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നത് മൈനസ് അല്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് +q ചാർജിനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് സം ചാർജിനെ dq എമൗണ്ട് ഓഫ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് തെറ്റിപ്പോയി കേട്ടോ, അതാണ് ആ കൺഫ്യൂഷൻ വന്നത്. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ദിസ് ബിക്കംസ് നെഗറ്റീവ് ആൻഡ് ദിസ് ബിക്കംസ് പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് എനിക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം, ഒന്നുകിൽ ഞാൻ ഇവിടേക്ക് കുറേ നെഗറ്റീവ് dq ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് എനിക്ക് അസ്യൂം ചെയ്യാം, ഓർ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഡെറിവേഷൻ എനിക്ക് നേരെ തിരിച്ച് അസ്യൂം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്തു, സം +dq ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എഫക്റ്റീവ്ലി രണ്ടും സെയിം ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. സോ +dq ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ +dq ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഫോഴ്സസിനെ ഓവർകം ചെയ്യണം. ഒന്ന് എന്താണ്, ഈ +q ഇവിടെ നിന്ന് ഞാനൊരു കുറച്ച് ചാർജ് ഒരു പാക്കറ്റ് ഓഫ് ചാർജ് +dq എടുത്ത് പുറത്ത് വെച്ചു എന്ന് വിചാരിക്കുക. ഇനി ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ -q എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ദർ ഈസ് എ പുൾ ഫ്രം ദ -q ആൻഡ് ദർ വിൽ ബി അനദർ പുഷ് ഫ്രം ദിസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പുഷും ഉണ്ട്, ഇത് ബാക്കിലേക്കും പിടിച്ച് വലിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലുന്ന ആൾ വരണ്ട എന്നുള്ള രീതിയിൽ തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടിനെയും കൂടി ഓവർകം ചെയ്തിട്ട് വേണം ഓരോ dq ചാർജസും അപ്പുറത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു വർക്ക് ചെയ്തെങ്കിൽ, രണ്ട് ഫോഴ്സസ് ഉണ്ട്, ആ രണ്ട് ഫോഴ്സസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു വർക്ക് ചെയ്തെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാർജസിനെ അപ്പുറത്തെത്തിക്കാൻ പറ്റൂ, ഒരു കപ്പാസിറ്റർ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണ്, ദാറ്റ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് ദ എനർജി ഓഫ് ദ കപ്പാസിറ്റർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് സം പോയിൻറ്റ്. ഓക്കെ, അപ്പം അറ്റ് സം പോയിൻറ്റ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഒരു സം പോയിൻറ്റിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ -q ഉണ്ട്, ഇവിടെ +q ഉണ്ട്, നമ്മൾ ഇനി എന്ത് ചെയ്യണം, +dq-നെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടൈമിലെ ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി v. ഓക്കെ, അത് v ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് v ആണെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദാറ്റ് ടൈം, ഓക്കെ, അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻസ്, at a particular or at an instant potential difference is v എന്ന് വിചാരിക്കുക, ആൻഡ് ദ ചാർജ് ട്രാൻസ്ഫറിങ് ഈസ് dq. അങ്ങനെയാണെങ്കിൽ ആ dq ചാർജിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഐ ഹാവ് ടു ഡു എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് dw which is equal to v into dq. ഓക്കെ, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു dq ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യാം, വിക്ക് പകരം v ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, q/c ആയിരിക്കും. ഓക്കെ, അത് q/c ആയിരിക്കും, ദാറ്റ് ഈസ് c ഈസ് ഈക്വൽ ടു q/v. സോ v ഈസ് ഈക്വൽ ടു q/c. അപ്പം ഈ q എന്ന് പറയുന്നത് ഓക്കെ ഇതെപ്പോഴും പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതെന്താ എഴുതാം, v ഈസ് ഈക്വൽ ടു q/c എന്ന് എനിക്ക് എഴുതാം. പക്ഷേ ഈ v എന്ന് പറയുന്നത് ഇത് ഫൈനലി അച്ചീവ് ചെയ്യുന്ന v അല്ല. ഓക്കെ, ഫൈനലി അച്ചീവ് ചെയ്യുന്ന vയെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, വെറുതെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ v എന്ന് പറയുന്നതും അതായത് ഓക്കെ ഫൈനൽ സ്റ്റേറ്റ് എന്താണ് ഇതിൻ്റെ, ഇത് +q ആയിട്ട് മാറും, ഇത് -q ആയിട്ട് മാറും. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് ഞാൻ നോക്കുന്നത്.
നോക്കുന്ന സമയത്ത് ഒരെണ്ണം പ്ലസ് ക്യൂ ആണ്, ഒരെണ്ണം മൈനസ് ക്യൂ ആണ്. സോ ചാർജ് ഓൺ ദ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഒരു ഫൈനൽ പൊട്ടൻഷ്യൽ ഒരു വിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചാർജസും ട്രാൻസ്ഫർ ചെയ്ത് എത്തിലേക്ക് എത്തണമായിരുന്നു, ക്യൂവിലേക്ക് എത്തണമായിരുന്നു. പക്ഷേ അതിന് മുമ്പാണ് ഞാൻ നോക്കുന്നത്. സോ ദ വി വിൽ ബി എ സ്മോൾ വി. ഓക്കെ, പക്ഷേ അപ്പോഴും എന്തായിരിക്കും? ക്യൂ ബൈ വി എന്ന് പറയുന്നത് ദ ക്യാപ് സി തന്നെയായിരിക്കും. സോ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചാർജ് കൊടുക്കുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ പ്രപ്പോർഷണലി ആണ് റൈസ് ചെയ്യുക. സോ സി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് അത് എന്ത് ചെയ്തോളൂ? ക്യൂ കൊടുക്കുന്നതനുസരിച്ച് വി കൂടി വരും. സോ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യും. സോ ഈ കൊടുത്തിരിക്കുന്ന സി എന്ന് പറയുന്നത് ദ കപ്പാസിറ്റൻസ് ഇറ്റ് സെൽഫാണ്, അല്ലാണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് സി അല്ല. പക്ഷേ വിയും ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്മോൾ വിയും സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് അഫക്റ്റ് അവർ ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്നെനിക്ക് എഴുതാം. സി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ അതായത് ക്യൂവിൻ്റെ വേരിയേഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? സിയെ അഫക്റ്റ് ചെയ്യില്ല. അതിന് പ്രൊപ്പോർഷണലിറ്റി വി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. അപ്പോൾ ഇനി എന്താണ് എനിക്ക് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇനിഷ്യലി ദ ചാർജ് വാസ് 0. 0-ൽ നിന്ന് പ്ലസ് ക്യൂവിലെത്താൻ, ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഏതിലാണ് കിടക്കുന്നത്? ചാർജിലാണ് കിടക്കുന്നത്. ചാർജ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ഇനിഷ്യലി ഇറ്റ് ഈസ് അറ്റ് 0 ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് അറ്റ് ക്യൂ. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2 ഫ്രം 0 to q, which is equal to q square divided by 2c. So this is an expression. ഓക്കെ, ഇനി വേണമെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതെന്താവും? അതെങ്ങനെ വേണം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എക്സ്പ്രഷൻസ് ഒക്കെ മാറ്റാം. എനിവേ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് മാത്രം അത് എഴുതുന്നു. അപ്പോൾ എന്താവും? 1/2c ഇൻറ്റു സി സ്ക്വയർ വി സ്ക്വയർ, ദാറ്റ് ഈസ് സി ക്യാൻസൽ, വിച്ച് ഈസ് ഈക്വൽ ടു half CV square. ഇതായിരിക്കും നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച് കുറച്ചുകൂടെ പരിചയമുള്ള. ദിസ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബിൽഡിംഗ് എ കപ്പാസിറ്റർ ഓർ ദിസ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കപ്പാസിറ്ററിനെ കുറിച്ച് തിയറി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ, ദെൻ ഒരു സ്പെറിക്കൽ കപ്പാസിറ്ററിൻ്റെ, ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്ററിൻ്റെ ഒക്കെ കപ്പാസിറ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സി കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് എ റിലേഷൻ ക്യൂ ബൈ വി റിലേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ക്യൂ ബൈ വി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യൂ ടു വി റേഷ്യോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ക്യൂ ടു വി റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വിയെ എന്ത് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ക്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, വി ഈസ് ഈക്വൽ ടു സം ക്യൂ ടൈംസ് വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് വരാം. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ വിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യൂ ബൈ വി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സം കെ ഇൻറ്റു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻ, അതായത് നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. സോ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാം. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ വി. ഇനി ഇതിനകത്തൊരു ഇ ഉണ്ട്. ആ ഇയെ നമ്മൾ യൂഷ്വലി എഴുതി വരുമ്പോൾ ചിലപ്പോൾ അത് റോയുടെ ടൈംസിലായിരിക്കും. റോയുടെ ടൈംസിലാണെങ്കിലും ഇഫ് ഇറ്റ് ഈസ് എ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അതിനെ എന്തിലേക്ക് മാറ്റാം? ക്യൂവിലേക്ക് മാറ്റാം. അപ്പോൾ എനിക്ക് ഈ ഇയുടെ സ്ഥാനത്ത് ഒരു ക്യൂ എനിക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇതിലേക്ക്. ഓക്കെ, ഈ ഇ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്യൂവിലേക്ക് മാറ്റാം, ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ വരുമ്പോൾ. സോ ആ ക്യൂവും ഉപയോഗിച്ചുകൊണ്ട് വി എ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ക്യൂ ബൈ വി ഇവിടെ നിർത്തുക, ബാക്കി എന്തുണ്ടോ അത് LHSലേക്ക് കൊണ്ടുവരിക. സോ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിപ്പോൾ നമ്മൾ പലതിൻ്റെയും ചെയ്യും. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളത് ആക്ച്വലി പാരലൽ പ്ലേറ്റ് ആണ്. പാരലൽ പ്ലേറ്റിൻ്റെ കേസിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇടയ്ക്കുള്ളത്. അതുകൊണ്ട് ഇൻ്റഗ്രലൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ബട്ട് there is an integration. ഓക്കെ, പോട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. സോ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പം ആദ്യം എന്തറിയണം? ഒരു പാരലൽ പ്ലേറ്റിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, സോ പാരലൽ പ്ലേറ്റ്സ്
ഓക്കെ. വൺ ഈസ് ചാർജ്ഡ് വിത്ത് പ്ലസ് സിഗ്മ. പ്ലസ് സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി സിഗ്മ. ദാറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ക്യൂ ബൈ എ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് എ. ആൻഡ് ഇവിടെ എനിക്ക് എന്തുണ്ട്, ദർ ഈസ് മൈനസ് സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് ഡി. ഓക്കെ. അപ്പം ഇതിൻ്റെ എന്താണ് ഒരു സൈഡ് വ്യൂ ആണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് വ്യൂ ചെയ്താൽ ഈ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും, ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. 2 ലൈൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. ദിസ് ഈസ് പ്ലസ് ക്യൂ ആൻഡ് ദിസ് ഈസ് മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വി ഈസ് ഈക്വൽ ടു മൈനസ് എ ടു ബി. ഓക്കെ. അപ്പം ഏത് രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കാണോ നിങ്ങൾ ഇ ഡോട്ട് ഡി എൽ, ഓക്കെ, ഇ ഡോട്ട് ഡി എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പം ഈ എ ടു ബി എന്ന് പറയുന്നത് എന്താണ്, ഏത് രണ്ട് പോയിൻറ്റിനിടയ്ക്കാണോ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓക്കെ പോയിൻറ്റ്സ് ആണത്. വി ബി മൈനസ് വി എ ആണെങ്കിൽ എ ടു ബി നിങ്ങൾ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടക്ടർ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡിഫൈൻ ചെയ്ത സമയത്ത് ഇവിടെ ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു, മൈനസ് ടു പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ടു പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ പാത്തിലാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. പക്ഷേ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് അറിയണം. ഓക്കെ. അതായത് രണ്ട് പാരൽ പ്ലേറ്റിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു അസംഷൻ കൂടി എടുക്കുന്നുണ്ട്. നമുക്കറിയാം ബേസിക്കലി ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാരൽ പ്ലേറ്റ്സ് വെച്ചാൽ മതി. ഓക്കെ. രണ്ട് പാരൽ കണ്ടക്ടേഴ്സ് ആണ്, രണ്ട് പാരൽ കണ്ടക്ടേഴ്സ് വെച്ചാൽ മതി. പക്ഷേ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഈ ഡി എന്ന് പറയുന്നത് സെപ്പറേഷൻ വിൽ ബി എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ഓക്കെ. പ്രാക്ടിക്കലി അത് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡിയുടെ വാല്യൂ കുറച്ച് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും, കപ്പാസിറ്റൻസ് കിട്ടും. സോ വെൻ കമ്പയർഡ് വിത്ത് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കപ്പാസിറ്റർ ഓഫ് ദ പാരൽ പ്ലേറ്റ്സ്, ഓക്കെ, ഡി വിൽ ബി എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ആക്ച്വൽ കപ്പാസിറ്റർ നോക്കട്ടെ, ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നൊരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അലൂമിനിയം ഫോയിൽസ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു പേപ്പർ തിക്നെസ്സിനിടയ്ക്കാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സ്മോൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീനുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഓക്കെ നമുക്ക് ആക്ച്വലി നമുക്കറിയാവുന്ന എന്താണ്, ഒരു പ്ലെയിൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫൈനൈറ്റ് പ്ലെയിൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അത് പറ്റില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അത് കുറച്ച് പാടാണ്. പക്ഷേ ഗോസസ് ലോ ഉപയോഗിച്ച് നമ്മൾ വേറൊരു കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ഇൻഫൈനൈറ്റ്ലി ചാർജ്ഡ് പ്ലെയിൻ, ഇൻഫൈനൈറ്റ്ലി ചാർജ്ഡ് അല്ല, സോറി, ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ബ്രാക്കറ്റിൽ ആ സിഗ്മ എന്താണ്, യൂണിഫോമാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഗോസസ് ലോ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇവിടെ ഒരു ഗോസിയൻ പിൽ ബോക്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഇങ്ങോട്ട്, ഇത് പ്ലസ് ചാർജ്ഡ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. എപ്പോഴും ആ പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത് നമ്മൾ എവിടെ ചെയ്തതാണ്, ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനിൽ ചെയ്തതാണ്. ഇത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ് പ്ലെയിനാണ്. അത് നമുക്ക് പിന്നെ കൺസിഡർ ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ, ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ എന്നുള്ളത്. അപ്പോൾ എനിവേ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു, നമുക്ക് കിട്ടിയ വാല്യൂ സിഗ്മ ബൈ 2ε0 എന്നാണ് കിട്ടിയത് അല്ലേ. സോ ഇതിൻ്റെ വാല്യൂ സിഗ്മ ബൈ 2ε0 ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ്. എവിടെ, ഫോർ എ സിംഗിൾ ഷീറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ്. ഓക്കെ. നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസ് അല്ല പറയുന്നത്, കപ്പാസിറ്ററിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ചാർജ്. നമ്മൾ ഇത് ആക്ച്വലി അതിൻ്റെ ഒരു സബ് പ്രോബ്ലം ആണ്. എനിക്ക് തോന്നുന്നു ഇതും +2 NCERT-യിലുള്ളതാണ്. ഓക്കെ. അതായത് ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള രണ്ട് ഷീറ്റ്സ് ഉണ്ട്. ദേ ആർ
സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഫീൽഡ് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇത് പ്ലസ് ചാർജ് എന്ന് വിചാരിക്കാം. ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്. ഓക്കെ, ഇത് പ്ലസ് ചാർജാണ്, ഇത് മൈനസ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ചാർജ് കാരണമുള്ള ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈ ഫസ്റ്റ് പ്ലെയിൻ്റെ കാര്യമാണ്, അതിനെ ഞാൻ ഈ പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഈ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലെയിൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ വേറൊരു ചാർജ് കൂടിയുണ്ട്. അതെന്താണ്? ഈ മൈനസ് ചാർജാണ്. ഈ മൈനസ് ചാർജ് കാരണം ഇൻസൈഡിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിനെ ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു? ഈ മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈ മൈനസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ദാറ്റ് ഈ മൈനസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതെങ്ങനെയായിരിക്കും? ഇതിലേക്കായിരിക്കും. കാരണം ബിക്കോസ് ഇറ്റ്സ് എ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. കാരണം ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ വന്നാൽ മതി, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങോട്ടാണ്? അതും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പം റിസൾട്ടൻ്റ്ലി ഇതിൻ്റെ ഇൻസൈഡുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇ പ്ലസും ഇ മൈനസും ഉണ്ട്. സോ ദ ടോട്ടൽ ഈസ് ഈക്വൽ ടു, ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു, ഇൻസൈഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി ഇതൊരു ഇൻഫിനൈറ്റ്ലി ലാർജ് ഷീറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട്സൈഡ് ഫീൽഡ്സ് എന്താണെന്നൊന്ന് പറയാമോ? ഔട്ട്സൈഡ് ഫീൽഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 2 പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയിനിൻ്റെ പുറത്ത്, ഇത് ഇൻസൈഡ് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഔട്ട്സൈഡ് ഫീൽഡ് എന്ത് വരും എന്ന് നോക്കാം. ഔട്ട്സൈഡിലും ഇ പ്ലസ് എന്തായിരിക്കും? ഇ പ്ലസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഫിനൈറ്റ്ലി ലാർജ് ഷീറ്റ്. ഇൻഫിനൈറ്റ്ലി ലാർജ് ഷീറ്റ് ആണെങ്കിൽ ഏത് പോയിന്റിലും, അതായത് ഇൻഫിനൈറ്റ്ലി ലാർജ് ഷീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ദർ ഈസ് നോ കണക്ഷൻ ഓർ ദർ ഈസ് നോ ടൈം ഫോർ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് അതിനകത്തൊരു പ്രാധാന്യമില്ല. എവിടെ പോയാലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 തന്നെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അതേപോലെ ഈ മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതെങ്ങോട്ടായിരിക്കും? അത് മൈനസ്, അത് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. സോ ദ സം വിൽ ബി 0. സോ ഇ ഈസ് ഈക്വൽ ടു 0. സിമിലർലി ഇവിടെയും ഇ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതെന്ത് കേസിലാണ് നമ്മൾ പഠിച്ചത്? ദിസ് ഈസ് ഫോർ ആൻ ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ് എന്നാണ് പഠിച്ചത്. പക്ഷേ നമ്മൾ ഇതേ കാര്യത്തിനെ എടുത്ത് എവിടേക്ക് അപ്ലൈ ചെയ്യാണ്? ഫോർ എ കപ്പാസിറ്റർ. പക്ഷേ കപ്പാസിറ്ററിൻ്റെ കേസിലെ പ്രശ്നം, കപ്പാസിറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പ്ലേറ്റ്സ് ആർ എ ഫൈനൈറ്റ്. ഓക്കെ, ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം അസ്യൂമിങ് ഇറ്റ് ആസ് ആൻ ഇൻഫൈനൈറ്റ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റിൻ്റെ ഇക്വേഷൻസ് ഞാനെടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് ഒന്ന്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വെൻ കമ്പയർഡ് വിത്ത് ദ ഏരിയ, ഓക്കെ, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പ്ലെയിനിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും, ഓക്കെ, ഈ ഭാഗത്ത് എവിടെയൊക്കെ നോക്കിയാലും ഏതാണ്ട് വാല്യൂ അപ്രോക്സിമേറ്റ്ലി സിഗ്മ ബൈ എപ്സിലോൺ 0 തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇത് സോ ക്ലോസ് ആയതുകൊണ്ട് ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ്, ഇത് കാരണം ഉണ്ടാകുന്ന ഫീൽഡും കൂടെ, അതായത് ഇൻഫൈനൈറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇവിടെയും 0 ആവും. ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0. പക്ഷേ ഇത് എല്ലായിടത്തും അങ്ങനെ ആവില്ല. എഡ്ജുകളിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി അപ്രോക്സിമേഷൻ വരില്ല. പക്ഷേ അത് കുറച്ച് റീജിയനിൽ മാത്രമേ ഉള്ളൂ. ഇത് ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫോർ ദ എൻറ്റയർ റീജിയൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ റീജിയണിൽ എനിക്ക് എന്ത് അപ്രോക്സിമേഷൻ കൊണ്ടുവരാം? സിഗ്മ ബൈ എപ്സിലോൺ 0 കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഫൈനൈറ്റിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും അത് പലയിടത്തും നമുക്ക് ഇൻഫൈനൈറ്റിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്താലും വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫൈനൈറ്റ് കേസസ്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ഇക്വേഷനാണെന്ത്? ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ. ഓക്കെ, അതിന് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ. പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറിൻ്റെ നിയറസ്റ്റ് പോയിൻറ്റ്, ഇവിടുത്തെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സെൻറ്ററിൽ തന്നെ വേണമെന്നില്ല, ഇങ്ങോട്ട് മാറിയിട്ടായാലും ഇവിടുത്തെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്റ്റ് ആൻസർ വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നീഡഡ് ആക്യുറസി കുറവാണ്, അല്ലെങ്കിൽ നീഡഡ് പ്രിസിഷൻ കുറവാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ അന്ന് നമ്മുടെ എനിക്ക് തോന്നുന്നു q/2 പൈ എപ്സിലോൺ 0 L എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. ആ പാരലൽ പ്ലേറ്റ്സിനിടയ്ക്കുള്ള
എന്ത് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. നമ്മൾ ഡെറിവേഷൻ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫൈനൈറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ദ ഡിസ്റ്റൻസ് ഈസ് സോ ടൈനി, സോ ഐ ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് an infinitely I can approximate it as an infinitely large plane എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ്, ദാറ്റ് ഈസ് ഇതിനിടയ്ക്കുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, എല്ലായിടത്തും ഒരേ ഫീൽഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? എല്ലായിടത്തും ഒരേ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എന്താണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് അതിനിടയിലുള്ളത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? സേ ഞാൻ ഈ ഡയറക്ഷനെ പോസിറ്റീവ് എക്സ് എന്ന് വിളിച്ചോട്ടെ. അപ്പം വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ എനിക്ക് എന്തെഴുതാം? മൈനസ് ഇൻ്റഗ്രൽ ഇ. ഓക്കെ, ഇയുടെ വാല്യൂ എന്താണ്? ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എക്സ് ക്യാപ്പ് എന്ന് എനിക്ക് എഴുതാം അല്ലേ? കാരണം ബിക്കോസ് ഇറ്റ് ഈസ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ. സോ ഇൻറ്റു എക്സ് ക്യാപ്പ് ഡോട്ട് ഡി എൽ. ഓക്കെ, ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ആക്ച്വലി ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ലൈൻ എലമെൻറ്റ് എടുക്കണം. ഡി എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ഡി വൈ ഇൻറ്റു വൈ ക്യാപ്പ് എന്ന് പറഞ്ഞെടുത്ത് പോകുമ്പോൾ എന്ത് മാത്രമായിട്ട് വരും? ദിസ് ബിക്കംസ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്തായി? സോറി, ഇതിനകത്ത് ഏത് മാത്രം ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി? എക്സ് ഡോട്ട് ഡി എക്സ്. അപ്പം എക്സ് ഡോട്ട് എക്സ് വരും മൈനസ് ഇൻ്റഗ്രൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി എക്സ് എന്നെനിക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇറ്റ് ഈസ് എ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ യൂണിഫോം സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തെടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഇറ്റ്സ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും സിഗ്മ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. നമ്മളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ദെൻ എപ്സിലോൺ 0, സോ മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എക്സ് ഞാൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നതിനെ എലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാക്കണമെങ്കിൽ നേരെ തിരിച്ചാൽ മതി. ഓക്കെ, എനിവേ ഇൻ്റഗ്രൽ ഡി എക്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല ഇൻ്റഗ്രൽ ഡി എക്സ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഡി എക്സസ് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഐ ഫൈനലി ഗെറ്റ് ദ വാല്യൂ ഡി. സോ മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ടു പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഡി ആണ്. പക്ഷേ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. എന്ത്? പ്ലസ് എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു പുട്ട് എ മൈനസ് സൈൻ. സോ ദ ഫൈനൽ ആൻസർ ഈസ് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0. വി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ബൈ എപ്സിലോൺ 0. ഓക്കെ, ഞാൻ ഇവിടെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ ഇത്ര ഒന്നും ചെയ്യേണ്ട. അതായത് ഈ സൈൻ ഒന്നും ആക്ച്വലി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഇത് ഇൻ്റഗ്രൽ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0, ദെൻ ഡി എൽ എന്ന് പറയുന്നത് ഡി. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇനി ഈവൻ ചിലപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമ്മൾ വാല്യൂ ഒക്കെ കൊടുത്തു. നിങ്ങൾക്ക് ഈ സ്പെറിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരാം. സ്പെറിക്കൽ കപ്പാസിറ്ററും സിലിണ്ടറിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വന്നേക്കാം. പക്ഷേ നമ്മൾ നെഗറ്റീവ് വരാൻ പാടില്ല. വി എ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ എന്താണ്, നമ്മൾ ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വി എ മൈനസ് വി ബി ആയിരിക്കും. അങ്ങനെ വി എ മൈനസ് വി ബി കിട്ടുമ്പോൾ നെഗറ്റീവ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി? വി ബി മൈനസ് വി എ എടുത്താൽ മതി. അപ്പോൾ അതെന്തായിക്കോളും? ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ട്. കാരണം കപ്പാസിറ്റൻസിനെ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിർത്തണം. സോ ദ വോൾട്ടേജ് വിൽ ബി ദ പൊട്ടൻഷ്യൽ വിൽ ബി പോസിറ്റീവ്, ദ ചാർജ് വിൽ ബി പോസിറ്റീവ്. സോ അതിനകത്ത് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നെഗറ്റീവ് കിട്ടിയാലും മാറ്റുക. ഓക്കെ, സോ ഞാൻ അതിനകത്ത് ഇതെങ്ങനെയാണ് നെഗറ്റീവ് സൈൻ മാറുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. യൂഷ്വലി നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വിയും സിഗ്മയുമായിട്ടുള്ള റിലേഷനായി. പക്ഷേ സിഗ്മയ്ക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം? ക്യൂ ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? ക്യൂ ബൈ എ എപ്സിലോൺ 0 ഡി എന്ന് വരും. സോ നമുക്ക് വേണ്ടുന്നത്, അപ്പം നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ റിലേഷൻ കണക്റ്റിംഗ് വി ആൻഡ് ക്യൂ. ഇനി എന്ത് ചെയ്താൽ മതി? റീഅറേഞ്ച് ചെയ്യുക. ക്യൂ ബൈ വി, ദാറ്റ് ഈസ് ക്യൂ ബൈ വി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി, ദാറ്റ് ഈസ് ദ C. So C is equal to A epsilon 0 by D.
ഓക്കെ. അപ്പം ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 എപ്സിലോൺ ആർ. നമ്മൾ ഈ എപ്സിലോൺ ആറിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അതിനി അടുത്ത ചാപ്റ്ററിലാണ് പറയുക. എനിവേ നമുക്ക് മീഡിയം ആർ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടി ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഡി എത്രത്തോളം മിനിമം ആവുന്നോ ഡി കുറയുകയും എ കൂടുകയും ചെയ്താലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കപ്പാസിറ്റേഴ്സ് എഫക്റ്റീവ്ലി വലുതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ദിസ് ഈസ് ദ ഡെറിവേഷൻ ഫോർ ദാറ്റ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഓക്കെ. സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ. അപ്പോൾ നമ്മുടെ സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ എന്തെടുക്കുന്നു, സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറുണ്ട്. ഓക്കെ. ദെൻ അതിനെ കവർ ചെയ്ത് മറ്റൊരു കണ്ടക്ടറുണ്ട്. സോ ദ ഫസ്റ്റ് കണ്ടക്ടർ ഹാസ് എ റേഡിയസ് എ. ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് സ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സോളിഡ് സ്ഫിയർ ഓർ ഇറ്റ് ക്യാൻ ബി എ ഷെൽ. എന്തായാലും കുഴപ്പമില്ല. കാരണം എന്താണ്, നിങ്ങൾ ഷെല്ലായാലും എന്തായാലും കണ്ടക്ടർ ആയിരിക്കുമല്ലോ. കാരണം കപ്പാസിറ്റർ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ളതായാലും എന്ന് വെച്ചാൽ എന്താണ്, സോളിഡ് ആയാലും അല്ലെങ്കിൽ ഷെല്ലായാലും ശരി, ചാർജ് എവിടെ ഉണ്ടാവുള്ളൂ, സർഫസിലേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ബട്ട് ഇറ്റ്സ് റേഡിയസ് ഈസ് ഇമ്പോർട്ടൻറ്റ് എ. ഓക്കെ. സോ ഇറ്റ്സ് റേഡിയസ് ഈസ് എ ആൻഡ് ദർ ഈസ് ആൻ ഔട്ടർ ഷെൽ. അത് ഷെല്ലായേ പറ്റുള്ളൂ, കാരണം എങ്കിലേ അതിനകത്ത് നമുക്കൊരു ഇത് വെക്കാൻ പറ്റുള്ളൂ. സോ ഇതെന്താണ്, ഇറ്റ്സ് റേഡിയസ് ഈസ് ബി. ഓക്കെ. അപ്പം എ ആൻഡ് ബി. ഇതിനകത്ത് ഈ കപ്പാസിറ്ററിനെ ഞാൻ പ്ലസ് ക്യൂവിൽ ചാർജ് ചെയ്തിരിക്കുന്നു. ദ ഔട്ടർ കപ്പാസിറ്റർ ഈസ് മൈനസ് ക്യൂ. ദെൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് സി. ഇതാണ് ചോദ്യം. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി. ഓക്കെ. കാരണം എ മുതൽ ബി വരെ. ഓക്കെ. എ ടു ബി. നിങ്ങളിത് എ ടു ബി അങ്ങ് ചെയ്താൽ മതി. ബി ടു എ എടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അവസാനം ചെല്ലുമ്പോൾ ആക്ച്വലി നിങ്ങൾ വി പ്ലസ് മൈനസ് വി മൈനസ് ആണ് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എവിടെ നിന്നാണ്, മൈനസ് ടു പ്ലസ് ആണ് വരേണ്ടത്. അതായത് ബി ടു എ ആണ് ആക്ച്വലി ഇൻ്റഗ്രൽ വരേണ്ടത്. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൻ്റെ മൈനസ് കളയാൻ ഇത് ബി ടു എ ആക്കിയാൽ മതിയല്ലോ, പോട്ടെ. എനിവേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലും മതി, മൈനസ് എ ടു ബി തന്നെ ചെയ്തു പോയിക്കോളൂ, എങ്കിലും പ്രശ്നമൊന്നുമില്ല. അവസാനം പൊട്ടൻഷ്യലിനകത്തൊരു മൈനസ് കാണും. അതിനർത്ഥം നിങ്ങൾ പോസിറ്റീവിനെ ആദ്യം എടുത്തില്ല എന്ന് തന്നെയാണ്, ഹയർ പൊട്ടൻഷ്യലിനെ ആദ്യം എടുത്തില്ല എന്ന് തന്നെയാണ് മീനിങ്. അപ്പോൾ അതിനെ തിരിച്ചാൽ മതി. ഓക്കെ. സോ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഓക്കെ. അപ്പം നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അറിയണം. നമ്മൾ എങ്ങനെയാണോ പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തറിയണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഇയുടെ വേരിയേഷൻ അറിയണം, അല്ലെങ്കിൽ ഇയുടെ എക്സ്പ്രഷൻ അറിയണം. അവിടുത്തെ കേസിൽ, പാരലൽ പ്ലേറ്റിൻ്റെ കേസിൽ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു, സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രലിനകത്ത് അത് പെട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് അറിയാം, ഇതെന്താണ്, ഒരു സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൽ നിന്ന് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ അതെന്തായിരിക്കും, സോ ഇയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മറന്നു പോയെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ഗൗസിയൻ സർഫസ് വരയ്ക്കുക. ഓക്കെ. ഗൗസിയൻ സർഫസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഗോസസ് ലോ. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r² എന്ന് എക്സ്പ്രഷൻ കിട്ടും. സോ പുട്ട് ദിസ് എക്സ്പ്രഷൻ ഹിയർ. ഓക്കെ. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആർ ക്യാപ്പ് ആണ്. അപ്പോൾ ഡി എൽ എൻ്റെ ലൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആയതുകൊണ്ട് ആർ ക്യാപ്പും ആർ ഡി തീറ്റയും ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഒക്കെ വേണം. അത്ര എഴുതി ഡി എൽ എഴുതണം എന്നില്ല. ഓക്കെ. ദറ്റ് ഈസ് ഡി എല്ലിൻ്റെ ആക്ച്വൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഡി ആർ ഇൻറ്റു ആർ ക്യാപ്പ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി പോവാം, നിങ്ങളത് ശീലിക്കുന്നത് തന്നെ നല്ലത്. കാരണം ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ് ഇ ഇൻറ്റു ഡി എൽ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്ത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു, ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് യൂസിങ് ദ ഗോസസ് ലോ ആസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പം ഈ രണ്ടെണ്ണം വരുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു ഗോസസ് ലോ വെറുതെ ചെയ്ത് നോക്കിയാൽ. സോ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 1/r² ഇൻറ്റു ആർ ക്യാപ്പ്. റേഡിയൽ ഔട്ട്വേർഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആർ ക്യാപ്പ് കൊടുത്തത്.
ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഡി എൽ എന്ന് പറയുന്നത് എഴുതണം. കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കുന്നത് ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ഡി എൽ എന്താണ്, ഇതിപ്പം ഒരു സ്പെറിക്കൽ സിമെട്രി ആണ്, അതുകൊണ്ട് സ്പെറിക്കൽ കോർഡിനേറ്റ് എടുക്കുന്നു. സ്പെറിക്കൽ കോർഡിനേറ്റിനകത്ത് ഡി ആർ ഇൻറ്റു ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്. ഇത്രയാണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ ഡോട്ട് ഡി എൽ ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ ഡോട്ട് ചെയ്യുന്ന സമയത്ത് ആർ ക്യാപ്പും മാത്രമേ ഉള്ളൂ. ആർ ക്യാപ്പ് ഡോട്ട് ഫൈ ക്യാപ്പ് 0 ആവും, ആർ ക്യാപ്പ് ഡോട്ട് തീറ്റ ക്യാപ്പ് എന്താവും, 0 ആവും. ഇത് തീറ്റയാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ആക്ച്വലി നിങ്ങൾ ഡെറൈവ് ചെയ്യുന്ന ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾ എന്തെടുത്താൽ മതി, ഡി ആർ മാത്രം എടുത്ത് പോയാൽ മതി, ഇത്രയും ഡീറ്റെയിൽ ചെയ്യണ്ട. സോ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/4πε0 1/r² ഇൻറ്റു ഡി ആർ എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ഞാനൊരു ഒരു സപ്ലിമെൻ്ററി ആയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മുടെ അല്ലെങ്കിൽ ആക്ച്വൽ ഡെറിവേഷനകത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. a to b 1/4πε0 ഇവിടെ ഒരു ക്യൂ ഉണ്ടല്ലേ. ഓക്കെ, ദാറ്റ് ക്യൂ ഈസ് ദെയർ. സോ q/r² dr ഇതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നത്. സോ ദാറ്റ് v ഈസ് ഈക്വൽ ടു, ഇതിനെ എന്ത് ചെയ്യുക, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളവരെ കഴിഞ്ഞ് പുറത്തെടുക്കുക. ദാറ്റ് ഈസ് -q/4πε0 ഇൻ്റഗ്രൽ a to b 1/r² dr. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ദ v ഈസ് ഈക്വൽ ടു -q/4πε0. So this becomes -2. So -2 plus 1, that is -1 into 1/r. Okay, from a to b. So the answer is ഇത് മൊത്തത്തിൽ പ്ലസ് ആവും. So q/4πε0 1/b minus 1/a എന്ന് വരും. So ദിസ് ഈസ് ദ വി. പക്ഷേ ഈ വിയുടെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് നോട്ട് ആക്ച്വലി പോസിറ്റീവ്, ദിസ് ഈസ് ആക്ച്വലി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. വൈ? ബിക്കോസ് b is the larger radius and a is the smaller radius. അപ്പം 1/b will be a smaller quantity and 1/a will be a larger quantity. So this difference will be negative. ഓക്കെ, അപ്പം ആക്ച്വലി ഈ ക്വാണ്ടിറ്റി ഈ ബ്രാക്കറ്റിലുള്ളത് നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ എടുത്ത ഇൻ്റഗ്രേഷൻ ആക്ച്വലി കറക്റ്റ് അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, b to a ആയിരുന്നു നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, തിരിഞ്ഞുപോയി. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അതൊന്ന് മാറ്റിയാൽ മതി. ഫൈനലി നിങ്ങൾ ആൻസർ എടുക്കുമ്പം q/4πε0 1/a minus 1/b എന്ന് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇത് ab minus b minus a/ab എന്നാക്കാം. സോ വി നീഡ് q/v. സോ q/v ഈസ് ഈക്വൽ ടു 4πε0 ab by b minus a എന്ന് കിട്ടും. സോ ദിസ് ഈസ് c. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ for c is equal to 4πε0 ab by b minus a. Okay. സോ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അപ്രോക്സിമേറ്റ് ചെയ്യാം. വീണ്ടും ഒരു കാര്യം കൂടി പറയാം ഇതിനകത്തൊന്ന്. അതായത് ഇമാജിൻ ദാറ്റ് യു ഹാവ് ഓൺലി എ സിംഗിൾ കണ്ടക്ടർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, സിംഗിൾ കണ്ടക്റ്റിംഗ് സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് കപ്പാസിറ്റർ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു സിംഗിൾ കണ്ടക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ഈസ് ഇറ്റ് എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ കപ്പാസിറ്റർ. നമ്മൾ എന്ത് ചെയ്യണം, അതർ ചാർജ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇൻഫിനിറ്റിലാണെന്ന് അസ്യൂം ചെയ്താൽ മതി. ആ അസംഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റർ എങ്ങനെയായിരുന്നു, നമ്മുടെ കപ്പാസിറ്റർ ഇറ്റ് ഈസ് എ സ്ഫിയർ. ആ സ്ഫിയറിന് ചുറ്റും ഒരു സ്ഫിയർ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഫിയർ ദ സെക്കൻഡ് സ്ഫിയർ, അതായത് നെഗറ്റീവ് ചാർജ് എവിടെയാണെന്ന് വിചാരിക്കുക, ഇമാജിൻ ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് എയും അടുത്ത റേഡിയസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ ബട്ട് ബി ഈസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് എന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ
ദിസ് കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ എന്തിനാവും? എ സിംഗിൾ സ്ഫിയർ. ഓക്കെ, അതായത് ഒരു സിംഗിൾ സ്ഫിയറിനെ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ സ്ഫിയർ എന്നുള്ളത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ സ്ഫിയർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്താൽ മതി, ഒരു ബി ഇഞ്ഞ് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4πε0 എ ബി ഡിവൈഡഡ് ബൈ ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - a by b എന്ന് വരും. സോ ബി ആൻഡ് ബി ക്യാൻസൽഡ്. സോ പുട്ട് ബി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം ഇവിടെ 1/∞ ഇത് 0 ആവും. ദാറ്റ് ഈസ് 4πε0 a എന്ന് കിട്ടും, വേർ എ ഈസ് ദ റേഡിയസ്. അപ്പോൾ ഒരു സിംഗിൾ സ്ഫിയർ തന്നിട്ട് കാൽക്കുലേറ്റ് ഇറ്റ്സ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കപ്പാസിറ്റർ എന്ന് പറയരുത്. വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് കപ്പാസിറ്റൻസ് ആസ് സി ഈസ് ഈക്വൽ ടു 4πε0. ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതിയാൽ 4πε0 ദ റേഡിയസ് എന്ന് എഴുതാം. അപ്പോൾ എർത്തിൻ്റെ കപ്പാസിറ്റർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇഫ് കൺസിഡർ എർത്ത് ആസ് എ കപ്പാസിറ്റർ ആൻഡ് നമുക്ക് എന്തെടുക്കാം, ഈ ആറിന് പകരം എർത്തിൻ്റെ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒരു വളരെ ടൈനി ആയിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് ദിസ് ഈസ് നോട്ട് 1/4πε0, അത് 9 × 10⁻⁹ ആണ്. ഇതെന്താണ് 1/9 × 10⁻⁻⁹ ആണ് 4πε0 എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ വെരി ടൈനി ക്വാണ്ടിറ്റി ഇൻ ടു ദ റേഡിയസ്. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്താൽ മതി, ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിലിണ്ടറിക്കൽ കപ്പാസിറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ഫെറിക്കൽ കപ്പാസിറ്റർ എടുക്കാം. ഓക്കെ, അതിനുമുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ കപ്പാസിറ്റർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പാരൽ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ കൂട്ടുക ഡി കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ഏരിയ എ കൂട്ടിയിട്ട് അതിനെ ചുരുട്ടി വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഇക്വേഷൻസൊക്കെ വേറെയാണ്, നമ്മുടെ ഇതല്ല. അതായത് നിങ്ങളുടെ വീട്ടിലെ ഫാനിനകത്തേക്ക് കപ്പാസിറ്റർ പൊളിച്ച് നോക്കിയാൽ അതിൻ്റെ സ്ട്രക്ചർ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. അതായത് 2 ഇതുണ്ടാവും, മെറ്റൽ ഷീറ്റ്സ് ഉണ്ടാവും, അതിനിടയ്ക്ക് ഡൈഇലക്ട്രിക്കാണ്, അതായത് ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് കിട്ടും. പക്ഷേ നമുക്ക് അതിനെ അങ്ങ് ചുരുട്ടിക്കഴിഞ്ഞാൽ മിനിമം സ്പേസിൽ അത്രയും സാധനത്തെ വെക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇക്വേഷൻ എന്തല്ല, ε0/d ആയിരിക്കില്ല. കാരണം ഇതിൻ്റെ ഷേപ്പ് മാറി. ഞാൻ നേരത്തെ പറഞ്ഞു ജോമെട്രിയെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന, ഷേപ്പിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്, കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വെക്കുന്നത്. സോ ഏതാണ്ട് ഇതുപോലെ വരും. കപ്പാസിറ്ററുടെ വീട്ടിലെ ഫാനിൻ്റെയൊക്കെ കപ്പാസിറ്റർ മാറുന്ന സമയത്ത് എടുത്ത് ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ ലെയർ ഓഫ് വളരെ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള അലുമിനിയം ഫോയിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, അതിനിടയ്ക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവും. പിന്നെ എന്തോ ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു ലിക്വിഡായിട്ടുള്ളൊരു സാധനം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത നിങ്ങൾ ചെയ്താൽ മതി. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. എക്സസൈസ് 2.39 ഗ്രിഫിത്ത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്, ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും എടുക്കുന്നത് അവിടെ. ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക, ഒരു കണ്ടക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ അതിന് ചുറ്റും വേറൊരു കണ്ടക്ടറുണ്ട്. ഓക്കെ, ആക്ച്വലി പറഞ്ഞാൽ കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് വീട്ടിൽ കേബിളൊക്കെ വരുന്ന, കേബിൾ നെറ്റ്വർക്ക് വരുന്നത് ഒപ്റ്റിക്കലിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒപ്റ്റിക്കൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ കൊയാക്സിയൽ കേബിളാണ്. ഈ കൊയാക്സിയൽ കേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ നടുക്കൂടെ എന്തുണ്ട്, ഒരു ലൈൻ, ഒരു കോറുണ്ട്. ദെൻ അതിന് ചുറ്റും ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലുണ്ട്. ദെൻ ഇതിന് ചുറ്റും എന്തുണ്ട്, ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഷീൽഡ് പോലൊരു സാധനമുണ്ട്. ഓക്കെ, അതൊരു കണ്ടക്ടറാണ്. സോ ഏതാണ്ട് ആ സ്ട്രക്ചർ എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഈ ഇന്നർ സിലിണ്ടർ എന്താണ്, ഒരു കണ്ടക്ടറാണ്. ദെൻ ഔട്ടർ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ്. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ കവറിംഗ് ആണ്. അപ്പം ഈ സിലിണ്ടറിക്കൽ സർഫസ് എന്താണ്, കണ്ടക്ടറാണ്. അപ്പോൾ സോ ഹിയർ വി ഹാവ് 2 കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇവിടെയും നമ്മൾ എടുക്കുന്ന എന്താണ്, കപ്പാസിറ്റൻസ് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കുള്ളതിനെ +q എന്നും വിളിച്ച് പുറത്തുള്ളതിനെ -q എന്നും വിളിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ E.dl ഫ്രം ദ ഇന്നർ റേഡിയസ് a to b - v ഈസ് ഈക്വൽ ടു.
ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇയുടെ എക്സ്പ്രഷൻ എങ്ങനെ എടുക്കും നമുക്കറിയാം. ഇയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. എന്താണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു അതായത് ഇ ഈസ് ഈക്വൽ ടു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ 2q ഡിവൈഡ് ബൈ 2 pi s ഇൻറ്റു L എപ്സിലോൺ 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗോസിയൻ സർഫസ്, അതായത് ഇതാണ് നമ്മുടെ സെൻറ്ററിൽ കൂടെ പോകുന്നതെന്ന് വിചാരിക്കുക. ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുക. ദെൻ അപ്പോഴും ഇവിടെ നമ്മൾ എന്തെടുക്കും, ഇതൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യാം. ദെൻ ഇ ഇൻറ്റു 2 pi L ഇൻറ്റു എസ്. ഓക്കെ, ഇ ഇൻറ്റു 2 pi LS ആണ് എന്ത് കിട്ടുക, ഫ്ലെക്സ് കിട്ടുക. ദെൻ Q ഈസ് ഈക്വൽ ടു എന്ത് വരും, ചാർജ്. ഇതിനകത്തുള്ള ചാർജിനെ എനിക്ക് വേണമെങ്കിൽ Q എന്ന് വിളിക്കാം. സോ ഐ ഗോട്ട് Q ബൈ എപ്സിലോൺ 0. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇ. ആ ഇ എടുത്ത് ഇവിടെ കൊടുക്കുക. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിൽ അതിനെ ഞാൻ എസ് എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ സപ്പോസ് ആർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ആറ് ഡി ആറിലേക്ക് വരും. സോ ആ എക്സ്പ്രഷൻ കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഒരു 1/r dr ആയിരിക്കും ഇൻ്റഗ്രൽ വരിക. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ലോഗിലുള്ളൊരു സാധനം വരും. അത് നെഗറ്റീവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തിരിക്കുക. ഓക്കെ, ഇത്രയുള്ള കാര്യം. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് ഗ്രൂപ്പിലിടുക. കാരണം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതുള്ളത് മെറ്റീരിയൽസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, ഇതിനിടയ്ക്കൊരു ചാപ്റ്റർ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളതല്ല, ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ മാറ്റർ. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചിടത്തെല്ലാം എപ്സിലോൺ 0 ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എവിടെയായിരുന്നു, ഇറ്റ് വാസ് ഇൻ വാക്വം ഓർ ഇൻ എയർ. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ മാറ്റർ ആണ്. അത് അടുത്ത ചാപ്റ്റർ അടുത്ത ദിവസം തുടങ്ങാം. അതിനു മുമ്പ് ഒരു ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് അടുത്ത ദിവസം പോവാം. അപ്പോൾ എ പോയിന്റ് ചാർജ് Q ഈസ് അറ്റ് ദ അപ്പെക്സ് ഓഫ് എ കോൺ of semi-vertex angle theta. Okay, find the flux through the base of the cone. Okay, കോണിൻ്റെ ബേസിലൂടെയുള്ള, അപ്പോൾ സെമി വെർട്ടെക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ് Q ഈസ് അറ്റ് ദ അപ്പെക്സ് ഓഫ് എ കോൺ ഓഫ് സെമി വെർട്ടെക്സ് ആംഗിൾ തീറ്റ. ഫൈൻഡ് ദ ഫ്ലക്സ് ത്രൂ ദ ബേസ് ഓഫ് ദ കോൺ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഇതാണ് ചോദ്യം, ഈ ബേസിലൂടെയുള്ള. അപ്പോൾ ഇവിടെ ഒരു Q ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിലൂടെയുള്ള അപ്പം ഫ്ലക്സ് എത്രയാണെന്നുള്ളതാണ്. അപ്പം സെമി വേർട്ടെക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് നോട്ട് ദിസ് തീറ്റ, ഇതല്ല തീറ്റ. തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ സെമി വേർട്ടെക്സ് ആംഗിളാണ്. സോ ഈ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം, ഒന്ന് ഒരു പോയിന്റ് ചാർജ് വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇതിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഇതിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ്, ഇത് ഒരു സർക്കിൾ അല്ല ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൂടെയുള്ള, സപ്പോസ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എനി ഷേപ്പ് ആവാം, പക്ഷേ നമുക്ക് സിമെട്രി എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്ഫെറിക്കൽ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, phi ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ദസ് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതിലെ, അതായത് എനിക്ക് ഈ കോൺ എന്ന് പറയുന്നത്, ഓക്കെ ഐ ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ദിസ് സ്ഫിയർ. ഓക്കെ, ഒരു സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ ഒരു പാർട്ടല്ലേ ഇത്. ഓക്കെ, ഈവൻ ദോ ദിസ് സർഫസ് ഈസ് നോട്ട് ഫ്ലാറ്റ്. ഈ സർഫസ് സ്ഫിയറിൻ്റെ കേസിൽ ഈ സർഫസ് എന്താണ്, കർവ്ഡ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു കോൺ എടുത്തു കഴിഞ്ഞാൽ ഈ സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. പക്ഷേ അത് പ്രശ്നമല്ല, കാരണം ഇവിടെ നിന്ന് വരുന്ന ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും കോണിനകത്തൂടെ, ഓക്കെ ഈ കോണിലൂടെ വരുന്നത് തന്നെ ആയിരിക്കും ഈ, ഇത് ഫ്ലാറ്റ് ആയാലും കർവ്ഡ് ആയാലും ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്കത് ഫ്ലാറ്റ് ആണോ കർവ്ഡ് ആണോ എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഫ്ലക്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് കോൺ
ആസ് എ പാർട്ട് ഓഫ് എന്താണ് ഇറ്റ്സ് എ സെക്ഷൻ ഓർ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്പിയർ, ഒരു സ്പിയറിൻ്റെ പാർട്ടാണെന്ന് അസ്യൂം ചെയ്യുന്നു വിത്ത് ദിസ് ആംഗിൾ തീറ്റ. ആൻഡ് ഇവിടെ ഒരു സൈഡ് ഉണ്ടാവുമല്ലോ, ഈ സൈഡിനെ ഞാൻ തൽക്കാലം ആർ എന്ന് വിളിക്കുന്നു. സോ ലെറ്റ് ഇറ്റ് ബി ആർ, ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഓക്കെ, ഇത്ര എനിക്കറിയാം. അപ്പോൾ ഇനി ഈ കോണിനകത്തുകൂടി പോകാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ കോൺ എന്ന് പറയുന്ന ഷേപ്പിനൊരു പ്രത്യേകതയുണ്ട്. കോൺ എന്ന് പറയുന്നത് അതിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിൾ എനിക്ക് പറയാൻ പറ്റും. അത് പറയാൻ എന്ത് ചെയ്താൽ മതി, ഒരു സൈഡും ഇതിൻ്റെ ഹൈറ്റും കൂടെ കിട്ടിയാൽ മതി. അപ്പം ഓക്കെ, ഈ ആംഗിളിനാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുക. പക്ഷേ ഇതൊരു 3D ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പം ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ 2-dimensional ആംഗിൾ, ദിസ് ഈസ് എ 3-dimensional ആംഗിൾ അല്ലേ. ഒരു കോണിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് എ സോളിഡ് ആംഗിൾ. ഓക്കെ ഓക്കെ, സോ ദാറ്റ് ഈസ് സോളിഡ് ആംഗിൾ. ഇങ്ങനെ ഇതുപോലെയാണ്. ഓക്കെ, ഓർ സംതിങ്. സോളിഡ് ആംഗിളിനൊരു നല്ല ഇമേജ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഒരു കോണിനകത്ത് വരുന്ന ആ ഒരു 3-dimensional ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഈ കാണുന്നത് കണ്ടോ, ഇതൊരു കോണാണ്. ഈ കോൺ ഈവൻ ദോ നമ്മളൊരു റെക്റ്റാങ്കുലറായിട്ട് എടുത്തിട്ടുണ്ട് എങ്കിലും അവിടെ എന്തുണ്ടാവും, ഇതിനിടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവും. ഒരു 3-dimensional ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുക. ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ +2 പഠിക്കുന്നുണ്ട്. +2 അതിൻ്റെ ഡെഫിനേഷനും പറയുന്നുണ്ട് NCERT. ഓക്കെ, അപ്പം ഇതാണൊരു സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ സോളിഡ് ആംഗിളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പം അല്ലാതെ ഒരു പ്ലെയിൻ ഈ വെറും ഒരു തീറ്റ അല്ലെങ്കിൽ 2θയിലൂടെ അല്ല എന്ത് പോകുന്നത്, ഫ്ലെക്സ് ലൈൻസ് പോകുന്നത്. കാരണം ഇതൊരു പ്ലെയിനിൽ നടക്കുന്ന ഈവൻ്റ് അല്ല. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സോഴ്സ്, അവിടെ നിന്ന് എല്ലാ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എല്ലായിടത്തേക്കും ഒരു വാട്ടർ ഫ്ലോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വാട്ടർ ഫ്ലോയിൽ നിങ്ങളൊരു കോൺ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ എത്ര വാട്ടർ പോകുന്നു, ഈ കോണിലൂടെ എത്ര വാട്ടർ പോകുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്ട് അതുപോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈ കോണിനകത്തൂടെ അല്ലെങ്കിൽ ഈ കോണിനകത്തൂടെ എത്ര പോകുന്നുണ്ടെന്ന്. അപ്പോൾ ടോട്ടലി എത്ര പോകുന്നുണ്ട്, ടോട്ടലി ഈ സ്പിയറിലൂടെ ആകെ പോകുന്നതെന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. ഓക്കെ, Q/ε0 ആണ് ടോട്ടലി ഇതിനകത്തൂടെ പോകുന്നത്. അത് പോകുന്നത് ടോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈ ത്രൂ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഫൈ ടോട്ടൽ എന്ന് എഴുതാം. സോ ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു Q/ε0. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈ ത്രൂ ദ കോൺ. ഓക്കെ, ഫൈ കോൺ എന്ന് ഞാൻ എഴുതിയേക്കാം കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ആ ഫൈ കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലൂടെ പോകുന്നതിൻ്റെ, അതായത് ടോട്ടലിൻ്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും അല്ലേ ഇതിനകത്തൂടെ പോകുന്നത്. അപ്പോൾ ടോട്ടലി എത്ര പോകുന്നുണ്ട്, ടോട്ടലി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്പിയർ മൊത്തത്തിലാണ്. അപ്പോൾ സ്പിയർ മൊത്തത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പിയർ എന്ന് പറയുന്നത് എത്ര സോളിഡ് ആംഗിൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സോളിഡ് ആംഗിളിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് സോളിഡ് ആംഗിൾ യൂഷ്വലി ഒമേഗ ഈസ് ഈക്വൽ ടു, യൂഷ്വലി ഡി ഒമേഗ എന്ന് എഴുതാറുണ്ട്, ദാറ്റ് ഈസ് dA/r² എന്നാണ്. അതായത് നിങ്ങളവിടെ പിക്ചർ കണ്ടു കാണും. അതായത് നമുക്കൊരു സോളിഡ് ആംഗിളിനെ ഇങ്ങനെ പിക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ദിസ് ഏരിയ ബി എ ആൻഡ് ദിസ് അല്ലെങ്കിൽ DA ആൻഡ് ദിസ് റേഡിയസ് ബി R. അങ്ങനെയാണെങ്കിൽ സോളിഡ് ആംഗിൾ ഒമേഗ ഈസ് ഈക്വൽ ടു dA/r ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണോ പ്ലെയിൻ ആംഗിളിനെ ആർക്ക് ലെങ്ത്ത് ഇതിനെ ആർക്ക് ബൈ റേഡിയസ് എടുത്തത്, സോ ദിസ് ഈസ് ആർക്ക് ബൈ റേഡിയസ് ആയിരുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ dA/r അല്ല dA/r² ആണ്. കാരണം ഇവിടെ ഡയമെൻഷൻലെസ് ആവണം. ഇറ്റ് ഈസ് ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. R വന്നു കഴിഞ്ഞാൽ ഇതിന് ലെങ്ത്തിന് ഡയമെൻഷൻ വരും. ഓക്കെ, സോ dA/r² എന്ന് പറയുന്നതാണ്. ഇവിടെ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് നമ്മൾ തീറ്റയെ വിളിച്ചതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒമേഗ എന്ന് പറഞ്ഞത് dA/r² ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ കേസിൽ എത്രയായിരിക്കും, ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ അപ്പോൾ എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? സർക്കിളിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഉള്ള ആർക്ക് ലെങ്ത് എത്രയാണ്, 2πr ഡിവൈഡഡ് ബൈ r. സോ ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു 2π. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2π ആണെന്ന് പറയാം. എന്ന് പറയുന്ന പോലെ ഒരു സ്ഫിയറിൻ്റെ കേസിൽ എന്തായിരിക്കും, ദാറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് which is equal to 4πr² divided by r², that is for r². അപ്പോൾ ഫൈ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഫൈ കോൺ അവിടെ നിൽക്കട്ടെ. അതായത് ടോട്ടൽ സോളിഡ് ആംഗിൾ 4π ഉണ്ട് അല്ലേ. ആ 4πയിലൂടെ എത്ര പോകുന്നുണ്ട്? Q/ε0 പോകുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് 4π ഈക്വൽ ടു ഇപ്പം നോക്കണ്ട, 4π സോളിഡ് ആംഗിളിലൂടെ പോകുന്നത് Q/ε0 ആണെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു സോളിഡ് ആംഗിൾ ഉണ്ടല്ലോ, ഏത് നമ്മളുടെ ഗിവൺ കോണിനകത്ത്, അതിനകത്തൂടെ എത്ര പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ 4πക്ക് Q/ε0 ആണെങ്കിൽ വാട്ട് ഈസ് 4 നമ്മുടെ ആംഗിൾ ഒമേഗ. ഓക്കെ, ഇതാണ് ചോദ്യം. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ഇത് ബേസിക്സ് ആണ്. ഓക്കെ, ഈ പറഞ്ഞത് സോളിഡ് ആംഗിളിനെ കുറിച്ചുള്ള ബേസിക്സ് ആണ്. സോ ഒരു സ്ഫിയറിൻ്റെ കേസിൽ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് 4π ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഏരിയ ഡിവൈഡ് ബൈ r², അതതിൻ്റെ ബേസിക് ഡെഫിനേഷനിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി a/d r² എന്ന് എഴുതിയിട്ട് 4π എന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? 4π സോളിഡ് ആംഗിളിലൂടെ എത്ര പോകുന്നുണ്ട്? Q/ε0 പോകുന്നുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ Q/ε0 പോകുന്നത് 4πയിലൂടെയാണ്. അത് യൂണിഫോംലി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അത് ഒരു ഫോർ എ ഫ്രാക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ 4πക്ക് ഇത്രയാണെങ്കിൽ ഫോർ എ ഫ്രാക്ഷൻ, ഏത് നമ്മളുടെ ഗിവൺ കോണിൻ്റെ സോളിഡ് ആംഗിൾ എനിക്കറിയത്തില്ല, സെമി വെർട്ടെക്സ് ആംഗിൾ തന്നിട്ടുള്ളൂ. സോളിഡ് ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ സോളിഡ് ആംഗിൾ എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒമേഗ എന്ന് മാർക്ക് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഫോർ ദാറ്റ് ഒമേഗ? 4πക്ക് Q/ε0 ആണെങ്കിൽ ഒമേഗയ്ക്ക് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 5 കോൺ. ഓക്കെ, പക്ഷേ ഈ ഒമേഗയുടെ വാല്യൂ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് 4πക്ക് Q/ε0 ആണെങ്കിൽ ഒമേഗയ്ക്ക് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞത് dA/r² ഒക്കെ പറയുന്നത് നമ്മുടെ സോളിഡ് ആംഗിളിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഈ ഒമേഗ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോൺ ഒന്നുകൂടെ വരയ്ക്കുന്നു. ദിസ് ഈസ് R ആൻഡ് ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു വാല്യൂ ആണ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ സിംപ്ലി ഞാൻ എന്ത് ചെയ്യുന്നു? ഒമേഗയെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലെറ്റ് ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? dA/r² എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, എത്രയാണോ റേഡിയസ് ഇൻറ്റു r² ആണ് എന്ത്? നമ്മുടെ ഡി ഒമേഗയുടെ ഡെഫിനിഷൻ. dA/r² ആണല്ലോ നമ്മുടെ ഡി ഒമേഗയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാണ്. സോ d omega is equal to, so omega is equal to integral, okay, so integral dA ആണ്. ദാറ്റ് മീൻസ് ഇതൊരു സർഫസ് ഇൻ്റഗ്രൽ ആണ്. സർഫസ് ഇൻ്റഗ്രൽ dA/r² എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനിയാണ് പണി ഉള്ളത്. ഓക്കെ, സോ നൗ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഐ ആം കാൽക്കുലേറ്റിംഗ് ദ ഒമേഗ ഫോർ എ കോൺ ഓഫ് സെമി വെർട്ടെക്സ് ആംഗിൾ തീറ്റ. ഒരു തീറ്റയാണ് ഒരു കോണിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കോണിൻ്റെ സോളിഡ് ആംഗിൾ എത്ര എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് ആംഗിളിൻ്റെ ബേസിക് ഡെഫിനേഷൻ dA/r² ആണ്. അത് ഞാൻ കൊടുത്തു. സോ ഇൻ്റഗ്രൽ. ഇനി എന്തെടുക്കണം? dA കണ്ടുപിടിക്കണം. സോ dA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജസ്റ്റ് വീണ്ടും ആ സ്ഫിയറിൻ്റെ കേസിലേക്ക് പോവാം. ഇത് സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ കോൺ എന്ന് എവിടെ വേണമെങ്കിലും എനിക്ക് ആ കോൺ അസ്യൂം ചെയ്യാമല്ലോ. സി ഒരു സ്മോൾ കോൺ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ dA എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇത് dA ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ dA എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ dA എന്ന് പറയുന്നത് r d തീറ്റയും r d തീറ്റ, അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു സ്ഫെറിക്കൽ പോളാറിലെ ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ എലമെൻ്റ് അല്ലേ? ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലുള്ള ഏരിയ എലമെൻ്റ് അല്ലേ ഇത്? അതെന്തായിരുന്നു? r² അല്ലെങ്കിൽ r d തീറ്റ ഇൻറ്റു r സൈൻ തീറ്റ d∅ ആയിരുന്നു അല്ലേ? സോറി, r d തീറ്റ ഇൻറ്റു r സൈൻ തീറ്റ d∅ ആയിരുന്നു എന്ത്? ഇത് r കോൺസ്റ്റൻ്റാണ്, അതുകൊണ്ട് നമുക്ക് r വേണ്ട. എന്താണ്? r d തീറ്റ ഇൻറ്റു r സൈൻ തീറ്റ d∅ എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഏരിയ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ബാക്കി ഇത് ഒരു സ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ വന്നാലും ആറിൽ വേരിയേഷൻ ഇല്ല. പിന്നെ ഈ സർഫസ് എന്ന് പറയുന്നത്, സ്ഫിയറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് r d തീറ്റ ഇൻറ്റു r സൈൻ തീറ്റ d∅ ആണ്. ഇതിനെ നിങ്ങൾ ടോട്ടൽ d തീറ്റ d∅ ആറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുകയും ചെയ്യാം. പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. സോ നമുക്ക് എന്താണ് വേണ്ടത്? dA വാല്യൂ കിട്ടി. ദിസ് ഈസ് dA. ഇത് dAയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ പണ്ട്
പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം. സോ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ബൈ ആർ സ്ക്വയർ. നൗ ദ ആർ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ ഗോട്ട് ക്യാൻസൽഡ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് വരും? മൈ integral is, you have two integrals because one is in sin theta d theta and other is in d phi. So you have to integrate these two. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കോണിലേക്ക് വീണ്ടും വരാം. സോ ഈ കോൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേരി ചെയ്യണം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഹാഫ് വേരി ചെയ്താൽ മതി. അല്ലെങ്കിൽ തീറ്റയെ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. നമ്മുടെ സ്പെറിക്കൽ പോളാർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇതായിരുന്നു തീറ്റ. സോ നിങ്ങൾക്ക് ഒരു കോൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ എങ്ങനെയാണ് കോൺ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോൺ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? ഇപ്പം ഇത്രയും ഉള്ളൊരു കോൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇത്രയും വേരി ചെയ്യണം. അത് വേരി ചെയ്യുന്ന അതേ സമയം തന്നെ 2π എന്ത് ചെയ്യണം? ഒന്ന് അല്ലെങ്കിൽ അല്ല സോറി, ഈ ആംഗിൾ, ഈ കറക്കത്തിന് ഇങ്ങനെയുള്ള കറക്കമാണല്ലോ നമ്മുടെ ഫൈ ആംഗിൾ. ഫൈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രൊജക്ഷൻ്റെ ആംഗിളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഫൈ ഒരു റൗണ്ട് കറങ്ങി വരികയും വേണം. തീറ്റ എന്ത് ചെയ്യണം? ഇങ്ങനെ വേരി ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ തീറ്റയ്ക്കും ഫൈ ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് എ കോൺ. ഓക്കെ, അപ്പം അന്നേരം കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്ത് ചെയ്താൽ മതി? 0 മുതൽ ഓക്കെ എത്ര വരെ? തീറ്റ വരെ വേരി ചെയ്താൽ മതി. ഓക്കെ, ഒപ്പം ഇതാരുടെ വേരിയേഷനാണ്? ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് തീറ്റ. ഇനി അതേസമയം ഫൈ എന്ത് ചെയ്യണം? 0 to 2π ഫൈ വേരി ചെയ്യണം. ഇത് രണ്ടും നടന്നാൽ മതി എനിക്ക് എന്ത് ചെയ്യാൻ? ഇങ്ങനെ ഒരു കോൺ സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് തീരുമാനിക്കുക. സോ ദ ഇൻ്റഗ്രലിനകത്ത് തീറ്റ ഈസ് ഈക്വൽ ടു 0 to തീറ്റ ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു 0 to 2π. So this is equal to 0 to theta sin theta d theta. Okay, then 0 to 2π d phi ചെയ്യുന്ന സമയത്ത് എന്താവും? This become phi, that is 2π. Then sin theta, that is cos theta. Okay, minus cos theta from 0 to theta. Okay, so 2π into minus cos theta minus cos 01 അല്ലേ? തെറ്റിയോ? ഇല്ല, ഈ മൈനസ് ഇനി പുറത്തെടുക്കാം. അപ്പോൾ കറക്റ്റായി. സോ ദിസ് ഈസ് റൈറ്റ്. സോ ദിസ് ഈസ് cos theta minus 1 ഓർ അകത്തേക്ക് പോകുമ്പം 1 minus cos theta. ഓക്കെ, സോ ദിസ് ഈസ് ദ ഒമേഗ ഓർ ദ സോളിഡ് ആംഗിൾ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 2π into 1 minus cos theta എന്ന് പറയുന്നതാണ് എന്ത്? തീറ്റ സെമി വേർട്ടെക്സ് ആംഗിളുള്ള ഒരു കോണിൻ്റെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π into 1 minus cos theta. So the flux phi through cone is equal to q by epsilon 0 ആയിരുന്നു 4π എങ്കിൽ ഒമേഗയ്ക്ക് എത്ര? ദാറ്റ് ഈസ് q by 4π q by 4π epsilon 0 into 2π into 1 minus cos theta. So 2π pi 2, it is q by 2 epsilon 0 into 1 minus cos theta. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് എന്ന് വേണേൽ പറയാം. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? നമുക്ക് നോക്കാം. ദിസ് ഈസ് മൈ സ്ഫിയർ. ഇതിനകത്ത് തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, തീറ്റ 90 ഡിഗ്രി ആവുമെന്ന് വെച്ചാൽ ഇത്രയും വരും. സെമി വെർട്ടെക്സ് ആംഗിൾ തീറ്റ ആയെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാവും അല്ലേ? അതായത് എൻ്റെ കോൺ എന്ന് പറയുന്നത് എന്താ ഒരു ഹെമിസ്ഫിയർ ആയിട്ട് മാറും. അല്ലെങ്കിൽ നേരെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോണിനെ എനിക്ക് എന്താണ്, ഒരു ഹെമിസ്ഫിയറിനെ എന്തായിട്ട് അസ്യൂം ചെയ്യാം? ഒരു എ കോൺ വിത്ത് സെമി വെർട്ടെക്സ് ആംഗിൾ 90 ഡിഗ്രിന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സ്ഫിയറിൻ്റെ പകുതി കൂടെ പോകുന്ന എത്ര ആയിരിക്കും? അത് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു ഫുൾ സ്ഫിയറിലൂടെ q by epsilon 0 ഉണ്ടെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ ഹെമിസ്ഫിയറിലൂടെ എത്ര ആയിരിക്കും? q by 2 epsilon 0. സോ ആ കണ്ടീഷൻ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. So this becomes cos 90, that is 0. So phi is equal to, for that special case, cos q by 2 epsilon 0. So our result is correct. Okay,
ദിസ് ഇസ് വൺ എക്സാമ്പിൾ. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഇന്ന് നിർത്താം. പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ലെറ്റ്സ് ഡു വൺ എക്സാമ്പിൾ ഫ്രം ദാറ്റ്. So potential due to a uniformly charged ring. Okay, potential due to a uniformly charged ring. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ചെയ്യാൻ. ഓക്കെ, പക്ഷേ അതിനേക്കാൾ വളരെ വളരെ എളുപ്പമാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ദ കേസ് ഓഫ് പൊട്ടൻഷ്യൽ. കാരണം പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. പക്ഷേ പൊട്ടൻഷ്യൽ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാം, E ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ എ റിങ്. ഓക്കെ, ആ റിങ് എടുക്കുക, റിങ്ങിനെ ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ദ ഇസഡ് ഡയറക്ഷൻ ആൻഡ് ഇവിടെ നമുക്ക് എക്സ് ആക്സിസ്. ഓക്കെ, ഈ ആംഗിളിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ആർ, ദ റേഡിയസ് ഓഫ് ദ റിങ്. ഓക്കെ, അപ്പം ഇത് ഫൈ ആംഗിളാണ്. ഇത് നമുക്ക് റെഫറൻസ് ആണ് എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിങ് ഓഫ് റേഡിയസ് ആർ. അപ്പം ഇനി റിങ് യൂണിഫോംലി ചാർജ്ഡ് ആണ്, അതിൻ്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഓക്കെ, സോ ലാംഡയാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ 2πr എന്നെനിക്ക് എഴുതാം. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ, ചിലപ്പോൾ പിന്നീട് സിംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം, എന്തായാലും അവിടെ ഇരിക്കട്ടെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ d5 വരുന്ന രീതിയിൽ ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഐ എം ചൂസിങ്, ഞാൻ വേറൊരു ഇമേജ് വരയ്ക്കാം, വിൽ ബി ബെറ്റർ. Okay, so let me take some time for all this. So this is it. Okay, so this is my x, y and z axis. നമുക്ക് ഇത് z axis ആണ്, and z axis at a height, റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇസഡ് ഹൈറ്റിലുള്ള ഒരു പോയിൻറ്റിലെ, ഈ ഹൈറ്റ് ഇസഡ് ആണേ, ഞാനത് മാർക്ക് ചെയ്ത് അലമ്പാക്കുന്നില്ല. സോ ഇസഡ് ഹൈറ്റിലുള്ളൊരു പോയിൻറ്റിലെ പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, ദിസ് ഈസ് r ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പം ഇത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണല്ലോ. ഓക്കെ, ഏത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൈ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു d5 ആംഗിൾ എടുക്കുന്നു. സോ ദിസ് ഈസ് d5, ഈ ആംഗിൾ എന്താണ്, d5 ആണ്. അപ്പോൾ d5 ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ് ലൈൻ എലമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലെങ്ത് എന്തായിരിക്കും, സോ ലെങ്ത് ഓഫ് ദ ലൈൻ എലമെൻറ്റ് ലെറ്റ് ഇറ്റ് ബി dl ഈസ് ഈക്വൽ ടു എന്തെഴുതാം, r d5 ആയിരിക്കും അല്ലേ, r d5 ആയിരിക്കും ഈ ലൈൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഐ ഗോട്ട് ഇറ്റ്. r ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ r d5 എന്ന് പറയുന്നത് അതിൻ്റെ ലൈൻ എലമെൻ്റ് ആയിട്ട് ഞാൻ എഴുതി. ഇനി ആ ലൈൻ എലമെൻറ്റിൽ എത്ര ചാർജ് ഉണ്ടാവും, ദാറ്റ് ഈസ് എന്താണ്, dq ഈസ് ഈക്വൽ ടു ലാംഡ dl എന്ന ഡെഫിനേഷൻ ഉണ്ട്. സോ ലാംഡ ഇൻറ്റു r d5 എന്നെനിക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, സോ ഐ ഗോട്ട് dq ഈസ് ഈക്വൽ ടു, സോ dq ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു r d5. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ആക്ച്വലി ഈ ചെറിയൊരു ലൈൻ എലമെൻറ്റ് കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അതിനെ എന്ത് ചെയ്താൽ മതി, ഫോർ ദിസ് ഹോൾ റിങ് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ dq കാരണമുള്ള പൊട്ടൻഷ്യലിന് ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് സം dv ഓർ സംതിങ് വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 എന്താണ് dq. സോ dq ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. നമുക്ക് വെക്റ്റർ സൈൻ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ്, r ആണ്. ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് z ആണ്. സോ ദിസ് വിൽ ബി z² പ്ലസ് r², റൂട്ട് ഓഫ് z² പ്ലസ് r² ആയിരിക്കും. സോ എനിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബേസിക് ഡെഫിനിഷൻ ഓഫ് v എന്ന് പറയുന്നത് 1/4πε0 q/r ആണല്ലോ. സോ ഇവിടെ എന്ത് ചെയ്യാം, dq ഡിവൈഡഡ് ബൈ r മതി. സോ റൂട്ട് ഓഫ്
Z square plus R square എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, now I think we are to the answer. So we got dq. ഇനി എന്ത് ചെയ്യാം, therefore dv is equal, so v is equal to 1 by 4 pi epsilon 0 is a constant, integral dq divided by root of z square plus r square എന്ന് എനിക്ക് എഴുതാം. This is equal to 1 by 4 pi epsilon 0. What is this dq? dq എന്ന് പറഞ്ഞാൽ lambda into r d phi divided by root of z square plus r square ആണ്. Just integrate. So the answer is, ഇതിനകത്ത് നോക്കുമ്പോൾ lambda യൂണിഫോം ചാർജ് ഡെൻസിറ്റി, then r റേഡിയസ്, z എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്, r സ്ക്വയർ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ എല്ലാം പുറത്തെടുക്കാം. സോ 1 by 4 pi epsilon 0 lambda r divided by root of z square plus r square into integral d phi, integral d phi. ഇൻ്റഗ്രൽ d phi എവിടെ നിന്ന് എവിടെ വരെ പോകണം? നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ലൈൻ എലമെൻ്റ് ആണ്. ടോട്ടൽ റിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ അല്ലെങ്കിൽ 0 മുതൽ 2π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തെങ്കിലേ എന്ത് വരുള്ളൂ, എനിക്ക് കംപ്ലീറ്റ് റിങ് കിട്ടത്തുള്ളൂ. സോ ദ ലിമിറ്റ് ഈസ് 0 to 2π. സോ മൈ ആൻസർ ഈസ്, ഇതെന്താവും, ഇൻ്റഗ്രൽ d phi 0 to 2π എന്ന് പറയുന്നത് 2π ആവും. ഇറ്റ് ഈസ് 1 by 4 pi epsilon 0 lambda r divided by root of z square plus r square into d phi. d phiയുടെ ഇൻ്റഗ്രൽ 2π ആവും. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം. ദാറ്റ് ഈസ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ ചാർജ് q എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ദാറ്റ് ഈസ് 2π r ആണ്. സോ 2π r ലാംഡ എന്ന് പറഞ്ഞാൽ q ആണ്. സോ ഹിയർ യു ഹാവ് എ 2π r ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു q. സോ 1 by 4 pi epsilon 0 q divided by root of z square plus r square ആണ് എന്ത്, v. ഓക്കെ, ദിസ് ഈസ് അവർ v. നൗ വി ഗോട്ട് v. ഇനി എനിക്ക് എന്ത് ചെയ്യാം? സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ എത്ര ആയിരിക്കും എന്ന് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, സെൻറ്ററിൽ അറിയാൻ എന്ത് ചെയ്താൽ മതി, ഇസഡ് ആയിരുന്നല്ലോ ഹൈറ്റ്, സെൻറ്ററിൽ വരുമ്പോൾ ഇസഡ് എന്താവും, 0 ആവും. സോ അറ്റ് ദ സെൻറ്റർ വി ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q divided by root of z square plus r square root of r square, that is q by r എന്ന് വരും. ഓക്കെ, അത് q by r എന്ന് വരാനുള്ള കാരണം വെറുതെ ചിന്തിച്ചാൽ മതി. ഇവിടെ ഒരു dq ഉണ്ട്, ഇവിടെ ഒരു dq ഉണ്ട്, ഇത് ഓരോന്നും കാരണം എന്തായിരിക്കും, dq by r dq by r dq by r ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഓരോന്നും കാരണം v ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 1 by r into dq. അടുത്ത ആൾ കാരണവും dq. അങ്ങനെ dq 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 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി q ആവും. ഇത് വെക്ടർ ആണല്ലോ ആഡ് ചെയ്യുക, ഇറ്റ് ഈസ് നോട്ട് എ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂസിങ് ദിസ്. ഇപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് വെക്ടറോ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇസഡിലെ ഇസഡ് ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നെടുത്താൽ മതി. ഓക്കെ, ഇത് ഇസഡിൽ മാത്രമേ വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ ഇത് ആക്ച്വലി എടുത്തിരിക്കുന്നത് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ആണ്. അപ്പോൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിൻ്റെ ഡെൽ ഗ്രേഡിയൻ്റ് എടുക്കണം. ഓക്കെ, അപ്പം സോ അത് കംപ്ലീറ്റ്ലി എടുക്കണ്ട, നമുക്ക് എന്ത് മാത്രം മതി, അതിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് മാത്രം മതി. സോ എ ഇസഡ് ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്സ് ആൻസർ. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 by 4 pi epsilon 0 q z ഡിവൈഡഡ് ബൈ, നിങ്ങൾ ചെയ്ത് നോക്കണേ, z സ്ക്വയർ പ്ലസ് r സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എ ഇസഡ് ക്യാപ്. അതായത് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇതിൻ്റെ ആക്ച്വൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെക്ടർ എടുക്കണം, ഇത് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ നമ്മൾ ഇതിനെല്ലാം ഓരോ ഡയറക്ഷൻ, സോഴ്സ് പോയിൻറ്റും ഫീൽഡ് പോയിൻറ്റും ഒക്കെ വെച്ച് ഡയറക്ഷനൊക്കെ എടുത്ത് ആ ഡയറക്ഷൻ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ താഴത്തെ ടേമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത്, പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് വെറുതെ എഴുതി ദെൻ ആ ഡിസ്റ്റൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു, യു ഗോട്ട് ദ വാല്യൂ ഓഫ് അതിനെ ഒന്ന് ഡെറിവേറ്റീവ്, ഒറ്റ ഡെറിവേറ്റീവ് എടുത്തപ്പോഴെനിക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി സെൻട്രലിലെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലോ ഒന്നുകിൽ ഇതിനകത്ത് വാല്യൂ കൊടുക്കുക, ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് സെൻട്രലിലെ പൊട്ടൻഷ്യൽ വി ആണ്. ഓക്കെ, അതിൻ്റെ
അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ E ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r ആണ്. ഇതിനെ ഡെൽ വി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഡോ വി ബൈ ഡോ ഇസഡ്, ദെൻ ഡോ വി ബൈ ഡോ ഫൈ ആൻഡ് ഡോ വി ബൈ ഡോ ആർ, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഡോ എസ്, ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് ഏതെടുത്താലും ഇത് മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ യു ഗോട്ട് ദ ആൻസർ വെരി ഈസിലി. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റിംഗ് ആണ്, അപ്പോൾ ഇവിടെ ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് എത്രയുണ്ട്, ദെൻ അതെടുത്തിട്ട് പിന്നെ ഇവിടെ അതേപോലെ സിമെട്രിക്കലി ഇങ്ങോട്ടൊരെണ്ണമുണ്ട്, അത് എടുത്ത് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സെൻറ്ററിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എനിവേ, അത്രയും ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതല്ലെങ്കിൽ 0 വരുമെന്ന് അറിയാം, കാരണം ഇവിടെ എല്ലാം ഈക്വൽ ചാർജസ് ആണ് ഇരിക്കുന്നത്. സോ സെൻറ്ററിലെ ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. യു ക്യാൻ വെരി ഈസിലി കാൽക്കുലേറ്റ് ഓർ യു ക്യാൻ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് അഥവാ എക്സാമിനൊക്കെ ചോദിച്ചാലും ഇങ്ങനെ വേണമെങ്കിൽ ഡെറൈവ് ചെയ്ത് വെക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. വി കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ പഠിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിഫോംലി ചാർജ്ഡ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. യൂണിഫോംലി ചാർജ്ഡ് ഡിസ്കിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, കാൽക്കുലേറ്റ് ഇറ്റ്സ് ഓക്കെ, യൂണിഫോംലി ചാർജ് ഡിസ്കിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, യു ഹാവ് എ ഡിസ്ക്, ഇത് ഡിസ്ക്കാണ്, അപ്പോൾ ഇതിൻ്റെ ഏരിയ ഫുള്ളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇസഡ് ഹൈറ്റിലുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഏരിയ എലമെൻ്റ് എടുക്കണം. ആ ഏരിയ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്തായിരിക്കും, ഇവിടെ വരെയുള്ള ടോട്ടൽ റേഡിയസ് ആറാണ്. അപ്പോൾ ഇത് r/d∅ ആൻഡ് ദിസ് ഈസ് dr. അപ്പോൾ അതിൻ്റെ ഈ ലൈൻ ഏരിയ dA, ഏരിയ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, r/dr. ഓക്കെ, r/dr d∅ എന്ന് വരും. ഓക്കെ, ഇതാണ് dA. അതിനെ ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ dq ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, dA ഇൻറ്റു സിഗ്മ, ദാറ്റ് ഈസ് r/dr d∅ സിഗ്മ. ഓക്കെ, ഇതായിരിക്കും. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതെന്തായി, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ dV ഈസ് ഈക്വൽ ടു, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു, 1/4πε0 dqന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും, സിഗ്മ r/dr d∅ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താണ്, z² + r². ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റിംഗ് അല്ല. റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, അതായത് അതിൻ്റെ ബൗണ്ടറിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്, റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ അതല്ല, ഡിസ്കിന് ബൗണ്ടറി മാത്രമുള്ള ഇൻസൈഡും ഉണ്ട്. അപ്പോൾ ഇൻസൈഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ z² + r² കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ dV എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട് മാറും. ആ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫൈയും ഉണ്ട് ആറും ഉണ്ട്. സോ ദ ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽസ് ആർ 0 to 2π. ഫൈ എന്ത് ചെയ്യണം, 0 to 2π ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത് പെട്ടെന്ന് തീരും, 2π എന്ന് കിട്ടും. പിന്നെന്തുണ്ട്, r/dr ഡിവൈഡ് ബൈ √z² + r² ഉണ്ട്, സിഗ്മ പുറത്ത് പോവും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 0 to r, ക്യാപിറ്റൽ R ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരും, നിങ്ങൾക്ക് അറിയാവുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ ഈസിലി അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് v. ദെൻ ആ വിയുടെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊന്ന് ചെയ്ത് നോക്കണേ.